ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് LDC 2024 വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട 75 ഹോട്ട് ടോപ്പിക്സിന്റെ 21ാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ഇതിക്ക് മുന്നേ കാണാത്ത ആളുകളാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ബാക്കിയുള്ള ക്ലാസ്സുകളുടെ ലിങ്ക് ഞാനൊന്ന് പിൻ ചെയ്തേക്കാം. താല്പര്യമുള്ളവരൊന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടുന്ന ക്ലാസ് തന്നെയായിരിക്കും LDC 2024 വേണ്ടി നോക്കുന്ന ഒരാളാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് പദ്ധതികളെ കുറിച്ചാണ്. കേന്ദ്ര സർക്കാർ, കേരള സർക്കാർ പദ്ധതികളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിക്ക് പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ നേരെ ടെലഗ്രാമിലേക്ക് പോവുക. വൺ ക്ലിപ്പ് PSC എന്ന ക്യാപിറ്റൽ ലെറ്ററിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ടെലഗ്രാമിൽ. നമ്മുടെ യൂട്യൂബിൻ്റെ തന്നെ സെയിം എംബ്ലം തന്നെയാണ് ടെലഗ്രാം ചാനലിലും. അതിലൊന്ന് ജോയിൻ ചെയ്യുക. ക്ലാസ്സിൻ്റെ നോട്ട് അവിടെ അവൈലബിൾ ആയിരിക്കും. ക്ലാസ് കാണുക, അതേപോലെ തന്നെ നോട്ട് വായിക്കുക. അതിനുശേഷം കൃത്യം 9 മണിക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പോൾ ഉണ്ടാകും. അതിൻ്റെ അകത്തുകൂടി എന്ത് ചെയ്യുക, ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്സ് പക്ക സെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേന്ദ്ര സർക്കാർ പദ്ധതികളാണ് ആദ്യത്തെ ഒരു പാർട്ടിൽ വരുന്നത്. അതിനുശേഷം കേരള സർക്കാർ പദ്ധതികൾ. ഓക്കെ, രാഷ്ട്രീയ സാമൂഹിക മേഖലകളെ പ്രതിനിധീകരിക്കുന്ന സ്ത്രീകൾക്കായി ദേശീയ വനിതാ കമ്മീഷൻ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഷീ ഈസ് എ ചേഞ്ച് മേക്കർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രാഷ്ട്രീയ സാമൂഹിക മേഖലകളെ പ്രതിനിധീകരിക്കുന്ന സ്ത്രീകൾക്കായി ദേശീയ വനിതാ കമ്മീഷൻ 2021 ഈ പദ്ധതി വരുന്നത്. പാൻ ഇന്ത്യ കപ്പാസിറ്റി ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഷീ ഈസ് എ ചേഞ്ച് മേക്കർ എന്ന് പറയുന്ന പദ്ധതി നിലവിൽ വരുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വച്ചോ, 1 മാർക്കാണ്. അടുത്തത്, പരമ്പരാഗത കരകൗശല നൈപുണ്യ വ്യക്തികൾക്കായി 77ാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രഖ്യാപിച്ച പദ്ധതിയുടെ പേരാണ് വിശ്വകർമ്മ യോജന എന്ന് പറയുന്നത്. എന്താണ്? പരമ്പരാഗത കരകൗശല നൈപുണ്യമുള്ള വ്യക്തികൾക്കായി 77ാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് വിശ്വകർമ്മ യോജന. അടുത്തതാണ്, നെയ്ത്തുകാരുടെയും കരകൗശല നിർമ്മാതാക്കളുടെയും പിന്തുണയ്ക്കുന്നതിനായി ഫ്ലിപ്കാർട്ടിൽ ആരംഭിച്ച പദ്ധതിയാണ് സമർത്ത് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് ആയിട്ടുള്ള ഫ്ലിപ്കാർട്ട്. ഈ ഫ്ലിപ്കാർട്ട് ആരംഭിച്ച പുതിയൊരു പദ്ധതിയാണ് നെയ്ത്തുകാരുടെയും കരകൗശല നിർമ്മാതാക്കളുടെയും പിന്തുണയ്ക്കുന്നതിനായിട്ട് ഫ്ലിപ്കാർട്ടിൽ ആരംഭിച്ചതാണ് സമർത്ത് എന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഇവരിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നതിന് ശേഷം എവിടെ അവർക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും? ഫ്ലിപ്കാർട്ടിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും? അത് വിൽക്കുന്നതിനായിട്ട് ഇടാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അടുത്തതാണ്, 2024 എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ജൽ ജീവൻ എന്ന് പറയുന്നത്. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് ഈ ജൽ ജീവൻ പദ്ധതി എന്നുള്ളത്. അപ്പോൾ അതൊന്ന് ഓർത്തു വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത്, വാട്സാപ്പ് വഴി സഹകരിച്ച് ഇന്ത്യയിലെ യുവാക്കൾക്കായി ഡിജിറ്റൽ സ്കിൽസ് ചാമ്പ്യൻസ് പ്രോഗ്രാം ആരംഭിച്ച കേന്ദ്ര സർക്കാർ സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് NSDC എന്ന് പറയുന്നത്. അതായത് നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് ഇത് ആരംഭിച്ചത്. അപ്പോൾ എന്താണ്? വാട്സപ്പ് വഴി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഡിജിറ്റൽ സ്കിൽ ചാമ്പ്യൻസ് പ്രോഗ്രാമിൽ ചേർന്ന് എല്ലാ കാര്യങ്ങളും പഠിക്കാനായിട്ട് പറ്റും. അതിന് ആരാണ് ചുക്കാൻ പിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NSDC ആണ്, നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഓക്കെ, അടുത്തതാണ്, വിദ്യാർത്ഥികൾക്കായി മാനസിക പിന്തുണ ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി. വിദ്യാർത്ഥികൾക്ക് മാനസിക പിന്തുണ ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച സംരംഭം അല്ലെങ്കിൽ പദ്ധതിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത്? മനോദർപ്പൺ എന്ന് പറയുന്നത്. മനോദർപ്പൺ. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത്? പരമാർശ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെച്ചോ, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത്? പരമാർശ്. ഓക്കെ, പരമാർശ് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വച്ചോ, 1 മാർക്ക് കിട്ടുന്നതായിരിക്കും. സ്കൂൾ വിദ്യാർത്ഥികളിലെ ആത്മഹത്യാ പ്രവണത തടയാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ പേരാണ് ഉമ്മീത് എന്ന് പറയുന്നത്. ഉമ്മീത് എന്ന് പറയുന്ന പദ്ധതി ഇമ്പോർട്ടന്റ് ആണ്, ഉമ്മീത് പദ്ധതി എന്ന് പറയുന്നത്. ഈ ഉമ്മീത് പദ്ധതിയുടെ ഫുൾ ഫോം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് അറിഞ്ഞിരിക്കണം. അണ്ടർസ്റ്റാൻഡ്, മോട്ടിവേറ്റ്, മാനേജ്, എംപതൈസ്, എംപവർമെന്റ്, ഡെവലപ്പ് എന്നതാണ് ഉമ്മീത് എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം. സ്പെല്ലിംഗ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ UMMEED ആണ് ഉമ്മീത് എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം. അപ്പോൾ അണ്ടർസ്റ്റാൻഡ്, മോട്ടിവേറ്റ്, മാനേജ്, എംപതൈസ്, എംപവർ, ഡെവലപ്പ് എന്നതാണ് ഫുൾ ഫോം. ഓക്കെ, വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങൾക്ക് കർഷക മേഖലയിൽ എന്താണ്? ഡ്രോണുകളുടെ ഉപയോഗത്തിൽ പരിശീലനം നൽകുന്നതിനായി
കേന്ദ്രം ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത്? ഡ്രോൺ കി ഉഡാൻ എന്ന് പറയുന്നത്. ഡ്രോൺ കി ഉഡാൻ എന്ന് പറയുന്നത് അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത്രയും മാത്രം ഓർത്താൽ മതി. വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങൾക്ക് കർഷക മേഖലയിൽ ഡ്രോണുകളുടെ ഉപയോഗം, നമുക്കറിയാം ഇന്ന് ഡ്രോണുകളുടെ ഒക്കെ സാങ്കേതിക വിദ്യ അത്രത്തോളം എന്ത് ചെയ്തേക്കാണ് വന്നിരിക്കുകയാണ്. കാരണം ഫോട്ടോഗ്രാഫി, അതേപോലെ തന്നെ കൃഷിക്ക്, അതേപോലെ തന്നെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ, ഇതിലൊക്കെ ഡ്രോണുകൾ അത്രയധികം ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഡ്രോണുകളെ കുറിച്ച് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ വളരെ വ്യക്തമായി പറഞ്ഞു പോയതുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഡ്രോണുകളെ കുറിച്ച് പഠിക്കാനായിട്ട് അവർക്ക് വേണ്ടി ഏൽപ്പിച്ച പുതിയൊരു പദ്ധതിയുടെ പേരാണ് എന്തെന്ന് പറയുന്ന മക്കളെ? ഡ്രോൺ കി ഉഡാൻ എന്ന് പറയുന്നത്. വൈദ്യുതി ക്ഷാമം പരിഹരിക്കുക, സംസ്ഥാനത്തുടനീളം പരിസ്ഥിതി സൗഹൃദവും ശുദ്ധവുമായ ഊർജ സമ്പ്രദായങ്ങൾ സ്വീകരിക്കുക, പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യത്തോടെ CM സോളാർ മിഷൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് മേഘാലയാണ്. മേഘാലയ നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. വൈദ്യുതക്ഷാമം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ പരിസ്ഥിതി സൗഹൃദ ശുദ്ധ ഊർജ സമ്പ്രദായം സ്വീകരിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ CM സോളാർ മിഷൻ ആരംഭിച്ച സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്? മേഘാലയ. ഓർത്തു വച്ചോ. ഇനി ഇന്ത്യയിലെ വൈദ്യുത വാഹനങ്ങളുടെ ഉപയോഗം നമുക്കെന്നറിയാം. ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഇപ്പോൾ നിർമ്മിക്കുന്നത് ഇലക്ട്രോണിക് വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് വാഹനങ്ങൾ അങ്ങനെ ഉപയോഗവും ഉൽപാദനവും വർദ്ധിപ്പിക്കുന്ന ലക്ഷ്യമിട്ട് പുനരാവതരിപ്പിച്ച നയമാണ് ഫെയിം സെക്കൻഡ് എന്ന് പറയുന്നത്. എന്താണ് ഫെയിം സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾ ഇൻ ഇന്ത്യ എന്നതാണ് ഫെയിം സെക്കൻഡ് എന്നതിന്റെ ഫുൾ ഫോം. ആക്ച്വലി ഇത് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ വൈദ്യുത വാഹനങ്ങളുടെ ഉപയോഗവും ഉൽപാദനവും വർദ്ധിപ്പിക്കുക. അതാണ് എന്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്? ഫെയിം സെക്കൻഡിന്റെ ഉദ്ദേശം. അത്രയെങ്കിലും എന്ത് ചെയ്യുക? പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തത് 2021 സെപ്റ്റംബറിൽ സീറോ പൊല്യൂഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി നീതി ആയോഗ് നടപ്പിലാക്കിയ ക്യാമ്പയിന്റെ പേരാണ് ശൂന്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ശൂന്യ എന്ന് പറയുന്ന ക്യാമ്പയിൻ ആരാണ് നടപ്പിലാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ശൂന്യ ക്യാമ്പയിൻ പുറത്തിറക്കിയത്? നീതി ആയോഗാണ് നടപ്പിലാക്കിയത്. അപ്പോൾ അതിനുവേണ്ടി കൊലാബറേറ്റ് ചെയ്ത് ഏതാണെന്ന് വെച്ചാൽ US ബേസ്ഡ് റോക്കി മൗണ്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. RMI എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇതിന് കൊലാബറേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തത്? ഈ ഒരു പരിപാടി കൊണ്ടുവന്നത്. അപ്പോൾ 2021 സെപ്റ്റംബറിൽ സീറോ പൊല്യൂഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി നീതി ആയോഗ് നടപ്പിലാക്കിയ ക്യാമ്പയിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ശൂന്യ എന്ന് പറയുന്നത്. ഓർത്തു വെച്ചോ, ശൂന്യ. 2 ഹെക്ടർ വരെ ഭൂമിയുള്ള ചെറുകിട കർഷകർക്ക് പ്രതിവർഷം 6000 രൂപ നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിക്ക് പറയുന്ന പേരാണ് PM കിസാൻ നിധി. നമ്മുടെ വീട്ടിലുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ വാങ്ങുന്നുണ്ടായിരിക്കും PM കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്നത്. 2 ഹെക്ടർ വരെ ഭൂമിയുള്ള ചെറുകിട കർഷകർക്കാണ് 6000 രൂപ നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത്? PM കിസാൻ സമ്മാൻ നിധി. ചെറുകിട ഇടത്തരം കർഷകർക്ക് പ്രതിമാസം 3000 രൂപ പെൻഷൻ ഉറപ്പാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത്? കിസാൻ മാൻധൻ യോജന. അടുത്തത് ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രൊജക്ട് ലയൺ എന്ന് പറയുന്നത്. പ്രൊജക്ട് ലയൺ എന്തുമായിട്ടാ? ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ സംരക്ഷണം. അപ്പോൾ ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന പദ്ധതിയുടെ പേരാണ് പ്രൊജക്ട് ലയൺ. നദികളുടെയും അതേപോലെ സമുദ്രങ്ങളുടെയും ഡോൾഫിനുകളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രൊജക്ട് ഡോൾഫിൻ എന്ന് പറയുന്നത്. സർക്കാർ എയ്ഡഡ് സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പുതുക്കിയ പേരാണ് PM പോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തു വെച്ചോ, PM പോഷൻ എന്ന് പറയുന്നത് എന്താണ്? സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പുതുക്കിയ പേരാണ് PM പോഷൻ. പണ്ട് ഇത് അറിയപ്പെട്ടിരുന്നത് പോഷൻ ശക്തി നിർമ്മാൺ എന്ന പേരിലായിരുന്നു. നരേന്ദ്രമോദി സർക്കാർ നിലവിൽ വന്നതോടുകൂടി ഒത്തിരി പുതിയ കാര്യങ്ങൾ പദ്ധതികളുടെ പേരൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? പഠിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ പോഷൻ ശക്തി നിർമ്മാൺ എന്ന് പറയുന്ന പദ്ധതിയുടെ പേരാണ് ഇപ്പോൾ PM പോഷൻ എന്ന് പറയുന്നത്. പ്രകൃതി ദുരന്തങ്ങളോ മാനുഷിക പ്രതിസന്ധിയോ ബാധിച്ച ഏതൊരു വികസന രാഷ്ട്രത്തിനും ഇന്ത്യ ആവശ്യ മെഡിക്കൽ സപ്ലൈ നൽകുന്ന പദ്ധതിയുടെ പേരാണ് ആരോഗ്യ മൈത്രി എന്ന് പറയുന്നത്. കൊറോണയുടെ സമയത്തൊക്കെയാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ ഭാഗഭാക്ക് ആയതെന്ന് പറയുന്നത്. അപ്പോൾ പ്രകൃതി ദുരന്തങ്ങളോ മാനുഷിക പ്രതിസന്ധിയോ ബാധിച്ച ഏതൊരു വികസന രാഷ്ട്രത്തിനും ഇന്ത്യ ആവശ്യ മെഡിക്കൽ സപ്ലൈ നൽകുന്ന പദ്ധതിയുടെ പേരാണ് ആരോഗ്യ മൈത്രി. ഓർത്തു വെച്ചോ, 1 മാർക്കാണ് ആരോഗ്യ മൈത്രി. അടുത്തത് യുവജനങ്ങളുടെ സാങ്കേതിക വിദ്യ പരിശീലിപ്പിക്കുന്നതിനായിട്ട് നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം ആരംഭിച്ച പ്രോഗ്രാമിന്റെ പേരായിരുന്നു എന്തെന്ന് പറയുന്നത്?
അതായത് എന്താണ് AI ഫോർ ഇന്ത്യ 2.0, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫോർ ഇന്ത്യ 2.0 എന്നതാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ് എന്നിവയിലാണ് പ്രധാനമായും എന്ത് നൽകുന്നത്, ഈ പദ്ധതി വഴി പരിശീലനം നൽകുന്നത്. ജൂലൈ 15 ലോക യുവജന നൈപുണ്യ ദിനത്തോടനുബന്ധിച്ച് ആഘോഷവേളയിൽ ഈ പ്രോഗ്രാം ആരംഭിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഗ്രാമങ്ങളിൽ ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ പേരാണ് ഭാരത് നെറ്റ്. ഇപ്പോൾ കെ-ഫോണിന്റെ പരിപാടി കഴിഞ്ഞിട്ടില്ല, അതിക്ക് മുമ്പ് ഗ്രാമങ്ങളിൽ ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ പദ്ധതിയുടെ പേരാണ് എന്ന് പറയുന്നത് ഭാരത് നെറ്റ്. ഈ പദ്ധതിയൊക്കെ വന്നു കഴിഞ്ഞാൽ അറിയാം നമുക്കൊക്കെ നെറ്റ് കിട്ടുമെന്നുള്ളത്. യാത്രികർക്ക് ദേശീയപാത യാത്രാ സൗകര്യപ്രദവും അതേപോലെ തന്നെ എന്താണ് സുരക്ഷിതവുമാക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ ആപ്പാണ് എന്തെന്ന് പറയുന്നത് രാജ്മാർഗ് യാത്ര എന്ന് പറയുന്ന ഒരു ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. പ്ലേ സ്റ്റോറിലൊക്കെ നിലവിൽ ഇത് രാജ്മാർഗ് യാത്ര എന്ന് പറയുന്ന ആപ്പ് അവൈലബിൾ ആണ്. ഒന്ന് പോയി ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് എങ്ങോട്ടെങ്കിലും ഒക്കെ ഒരു യാത്ര പോകുമ്പോൾ അത് വെച്ചൊന്ന് നോക്കുക സംഭവം സെറ്റ് ആവുമോ എന്നുള്ളത്. ഓക്കെ, ഇനി 3 ലക്ഷം മുതൽ 40 ലക്ഷം വരെ, ഓക്കെ 3 ലക്ഷം മുതൽ 40 ലക്ഷം വരെ ജനസംഖ്യയുള്ള 100 നഗരങ്ങളിൽ പൊതുഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനായി 10,000 ബസ്സുകൾ സജ്ജമാക്കുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് PM ബസ് സേവ എന്ന് പറയുന്നത്. അപ്പോൾ 3 ലക്ഷം മുതൽ 40 ലക്ഷം വരെ ജനസംഖ്യയുള്ള 100 നഗരങ്ങളെ കേന്ദ്രീകരിച്ച് പൊതുഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് കൊണ്ടുവന്ന പദ്ധതിയുടെ പേരാണ് PM ബസ് സേവ. PM ബസ് സേവ ഓർത്തു വച്ചോ, ഒരു മാർക്കാണ്. ഇനി തെരുവു കച്ചവടക്കാർക്ക് മിതമായ നിരക്കിൽ വായ്പ നൽകുന്നതിനായി ഭവന നഗര കാര്യ മന്ത്രാലയം ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് PM സ്വനിധി പദ്ധതി. PM സ്വനിധി പദ്ധതി എന്ന് പറയുന്നത് എന്താണ്? തെരുവു കച്ചവടക്കാർക്ക് മിതമായ നിരക്കിൽ വായ്പ നൽകുന്നതിനായി ഭവന നഗരകാര്യ മന്ത്രാലയം ആരംഭിച്ച പദ്ധതിയാണ് PM സ്വനിധി പദ്ധതി. അടുത്തത്, ബില്ലുകൾ ആവശ്യപ്പെടുന്ന ഉപഭോക്താക്കളുടെ സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത് മേരാ ബിൽ മേരാ അധികാർ എന്ന് പറയുന്നത്. ചോദിക്കാം, ബില്ലുകൾ ആവശ്യപ്പെടുന്ന ഉപഭോക്താക്കളുടെ സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് മേരാ ബിൽ മേരാ അധികാർ. അതങ്ങനെയാണ്, നമ്മൾ എവിടെ നിന്നും എന്ത് സാധനങ്ങൾ വാങ്ങുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ബില്ലുകൾ വാങ്ങി ശേഖരിക്കുക. എന്തെങ്കിൽ മാത്രമാണ് നമുക്ക് അതിനെക്കുറിച്ച്, അതായത് എന്താണോ പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിന്റെ വാറണ്ടി അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് വാങ്ങി എന്നുള്ളതിനുള്ള തെളിവ് എല്ലാം ബില്ലിലാണ്. അപ്പോൾ ബില്ല് എന്ത് ചെയ്യാനും, എന്ത് സാധനം വാങ്ങിയാലും എന്താണ് നിങ്ങൾ ബില്ല് വാങ്ങാനായിട്ട് ശ്രമിക്കുക. ജാഗോ ഗ്രാഹക് ജാഹോ. ഓക്കെ, ഇനി ഉപയോഗശൂന്യമായ ഒരു റെയിൽവേ കോച്ചിനെ ഒന്നാകെ റെസ്റ്റോറൻ്റ് ആയി മാറ്റുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതിയാണ് ബോഗി വോഗി എന്ന് പറയുന്നത്. അപ്പോൾ ഉപയോഗശൂന്യമായ റെയിൽവേ കോച്ചിനെ ഒന്നാകെ റെസ്റ്റോറൻ്റ് ആയി മാറ്റുകയാണ് ഇനി മുതൽ. അതിൻ്റെ പേരാണ് ബോഗി വോഗി എന്ന് പറയുന്നത്. ഇനി 17-ാം നൂറ്റാണ്ടില് ക്ലാസിക്കൽ ഡച്ച് ഭാഷയിൽ എഴുതപ്പെട്ട കേരളത്തെക്കുറിച്ചുള്ള ആധികാരിക വിവരങ്ങൾ വീണ്ടെടുത്ത് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയും നെതർലൻഡും ചേർന്ന് ആരംഭിച്ച ഗവേഷണ പദ്ധതിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത് കോസ്മോസ് മലബാർ റിക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്മോസ് മലബാർ റിക്കസ് ഏത് രാജ്യങ്ങളൊക്കെ തമ്മിലാണ് കമ്പൈൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആരൊക്കെ തമ്മിലാണ്? നമ്മുടെ ഡച്ച് ഭാഷയിൽ എഴുതപ്പെട്ട കേരളത്തെക്കുറിച്ചുള്ള അധികാര വിവരങ്ങൾ വീണ്ടെടുത്ത് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയും നെതർലാൻഡുമാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയും നെതർലാൻഡും കൂടിയാണ് എന്തെന്ന് പറയുന്നത് കോസ്മോസ് മലബാർ റിക്കസ്. കേന്ദ്ര പോസ്റ്റൽ മന്ത്രാലയത്തിന്റെ വിവിധ പദ്ധതികൾ ഗ്രാമപ്രദേശങ്ങളിൽ മുഴുവൻ ലഭ്യമാക്കുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് എന്ത് 5 സ്റ്റാർ വില്ലേജസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാം. 5 സ്റ്റാർ വില്ലേജ് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ കേന്ദ്ര പോസ്റ്റൽ മന്ത്രാലയത്തിന്റെ വിവിധ പദ്ധതികൾ ഗ്രാമപ്രദേശങ്ങളിൽ മുഴുവൻ ലഭ്യമാക്കാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് 5 സ്റ്റാർ വില്ലേജസ്. ഓക്കെ, അല്ലാതെ ഹോട്ടലൊന്നുമല്ല. ഓക്കെ, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യയുടെ മേധാവിത്വം, അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യയുടെ മേധാവിത്വം പ്രതിരോധിക്കുന്നത് ലക്ഷ്യമാക്കി ചൈന രൂപീകരിച്ച സ്ട്രിംഗ് ഓഫ് പേൾസ് പദ്ധതിക്ക് പകരമായി ഇന്ത്യ തയ്യാറാക്കിയ പദ്ധതിക്ക് പറയുന്ന പേരാണ് എന്ത് നെക്ലേസ് ഓഫ് ഡയമണ്ട്സ്. നെക്ലേസ് ഓഫ് ഡയമണ്ട്സ്. ഓക്കെ, ഇനി ക്ഷേത്ര പരിസര സമഗ്ര വികസനത്തിനായി അടുത്തിടെ സമേലി എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ഒഡീഷ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്
ക്ഷേത്ര പരിസര സമഗ്ര വികസനത്തിനായി അടുത്തിടെ സമേലി എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്? ഒഡീഷ എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് ഓർത്തു വച്ചോ. അടുത്തത് കാഴ്ച പരിമിതി ചേർക്കുക എന്ന ലക്ഷ്യത്തോടെ ആശാ കിരൺ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്? കർണാടക എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തിടെ അങ്കണവാടി കുട്ടികൾക്കായി ഹോട്ട് കുക്ക് മെയിൽ സ്കീം ആരംഭിച്ച സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്? ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. ഡ്രോണുകൾ ഉപയോഗിച്ച് മരുന്നുകൾ വിതരണം ചെയ്യുന്നതിനായി തെലങ്കാന സംസ്ഥാനം രൂപീകരിച്ച പദ്ധതിയാണ് മെഡിസിൻ ഫ്രം സ്കൈ എന്ന് പറയുന്നത്. മെഡിസിൻ ഫ്രം സ്കൈ എന്ന് പറയുന്ന പദ്ധതി ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് നമ്മുടെ തെലങ്കാന സംസ്ഥാനവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. എന്തെന്ന് പറയുന്നത്? മെഡിസിൻ ഫ്രം സ്കൈ. അതായത് ഡ്രോണുകൾ ഉപയോഗിച്ച് നമ്മുടെ ആവശ്യക്കാർക്ക് സാധനങ്ങൾ, അതായത് മെഡിസിൻ എത്തിച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് മെഡിസിൻ ഫ്രം സ്കൈ എന്ന് പറയുന്നത്. കർഷകർക്ക് ജലസേചന സൗകര്യം ലഭ്യമാക്കുന്നതിനായി ഹിംകാർഡ് എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അത് ഹിമാചൽ പ്രദേശാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം 28 സ്റ്റേറ്റുകൾ പഠിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ചർച്ച ചെയ്ത് പോയതാണ് ഹിംകാർഡ്, ഹിമാചൽ പ്രദേശ്. രണ്ടും ഹി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, ആദർശ് പോലീസ് സ്റ്റേഷൻ സ്കീം ആരംഭിച്ച സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അത് ഛത്തീസ്ഗഡ് ആണ്. ആദർശ് പോലീസ് സ്റ്റേഷൻ സ്കീം ആരംഭിച്ചത് ഛത്തീസ്ഗഡ്. കണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനായി റൈനോ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാൻ അടുത്തിടെ തീരുമാനിച്ച സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അത് ബീഹാർ ആണ്. ബീഹാറിലെ ടൈഗർ റിസർവിലാണ് ഇത് രൂപീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വാൽമീകി ടൈഗർ റിസർവ് എവിടെയാണെന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? ബീഹാറിലാണ്. അപ്പോൾ ഈ വാൽമീകി ടൈഗർ റിസർവിലാണ് ഈ പറയുന്ന കണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനായിട്ട് റൈനോ ടാസ്ക് ഫോഴ്സ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ചോദിച്ചേക്കുന്നതാണ്. റൈനോ ടാസ്ക് ഫോഴ്സ് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഏത് ടൈഗർ റിസർവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബീഹാറിലെ വാൽമീകി ടൈഗർ റിസർവിലാണ് ഈ ഒരു പരിപാടി സ്ഥാപിക്കുന്നത്. ഗൃഹജ്യോതി, എല്ലാ വീടുകളിലും പ്രതിമാസം 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതി. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. കർണാടക ഗവൺമെന്റ് ആണ് ഈ പറയുന്ന പദ്ധതി കൊണ്ടുവരുന്നത്. അപ്പോൾ കർണാടക സ്റ്റേറ്റ് പഠിച്ചപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറഞ്ഞു പോയതാണ് ഗൃഹജ്യോതി എന്ന് പറയുന്നത്. എല്ലാ വീടുകളിലും പ്രതിമാസം 20 യൂണിറ്റ് സൗജന്യ വൈദ്യുതി നൽകുന്ന പദ്ധതിക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഗൃഹജ്യോതി. ഇനി അടുത്തതാണ് ഗൃഹലക്ഷ്മി എന്ന് പറയുന്നത്. എന്താണ് ഗൃഹലക്ഷ്മി എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ ഓരോ സ്ത്രീക്കും 2000 രൂപ പ്രതിമാസം നൽകുന്ന പദ്ധതിയാണ്. നല്ലൊരു പദ്ധതിയാണ്. അപ്പൊ കുടുംബത്തിലെ സ്ത്രീകൾക്ക് മാത്രമാണ് ഈ പദ്ധതിയിൽ ഭാഗവാക്കാകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ അന്നഭാഗ്യ എന്ന് പറയുന്ന മറ്റൊരു പദ്ധതിയാണ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അന്നഭാഗ്യ എന്താണെന്ന് ചോദിച്ചാൽ BPL കുടുംബത്തിലെ ഓരോ അംഗത്തിനും പ്രതിമാസം 10 കിലോ അരി വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് അന്നഭാഗ്യ എന്ന് പറയുന്നത്. അപ്പോൾ അന്നഭാഗ്യ പദ്ധതി. അടുത്തത് യുവനിധി, അതായത് തൊഴിലില്ലാത്ത 18 മുതൽ 25 വയസ്സിനിടയിൽ പ്രായമുള്ള ബിരുദധാരികൾക്ക് 3000 രൂപ വീതം ഡിപ്ലോമ കോഴ്സിനും അതേപോലെ 1500 രൂപ വീതം 2 വർഷത്തേക്ക് പ്രതിമാസം നൽകുന്ന പദ്ധതിക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? യുവനിധി എന്ന് പറയുന്നത്. ഇനി ശക്തി എന്ന് പറയുന്നത് എന്താ ചോദിച്ചാൽ കർണാടകയില് ഉടനീളമുള്ള സാധാരണ പൊതുഗതാഗത ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര, അതിന് പറയുന്ന പേരാണ് എന്തെന്ന്? ശക്തി എന്ന് പറയുന്നത്. അപ്പൊ ശക്തി എന്ന് പറയുന്നത് എന്താണ്? കർണാടകയിലുള്ള സ്ത്രീകൾക്ക് കർണാടക സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഏതൊരു ബസ്സിലും ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് എന്തെന്ന് പറയുന്നത്? ശക്തി എന്ന് പറയുന്നത്. സംഭവം കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. ഓക്കെ, ഇനി കന്നുകാലി ആരോഗ്യ സംരക്ഷണത്തിനായി സഞ്ജീവനി പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് ഹിമാചൽ പ്രദേശാണ്. കന്നുകാലി സംരക്ഷണത്തിനായി സഞ്ജീവനി പദ്ധതി ആരംഭിക്കുന്നത് ഏതാന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശാണ്. ഓക്കെ, ഇനി പട്ടുനൂൽ കൃഷിക്കാർക്കായി രേഷ്മ കിറ്റ് ഭീമ എന്ന ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉത്തരാഖണ്ഡ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പട്ടുനൂൽ കൃഷിക്കായിട്ട് രേഷ്മ കിറ്റ് ഭീമ എന്ന ഇൻഷുറൻസ് പദ്ധതി ഇമ്പോർട്ടൻ്റ് ആണ്. രേഷ്മ കിറ്റ് ഭീമ എന്ന ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ച ഇന്ത്യയിലെ സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്? ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വച്ചോ. 1 മാർക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നതായിരിക്കും. ഈ പറയുന്ന രേഷ്മ കിറ്റ് ഭീമ എന്ന് പറയുന്ന പദ്ധതി.
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഏതിൻ്റെ അകത്ത് പഠിക്കാനായിട്ടുള്ളൂ ഈ പറയുന്ന നമ്മുടെ കേന്ദ്ര സർക്കാർ പദ്ധതികളിൽ. കാരണം കുറേ പദ്ധതികൾ നമ്മൾ എന്താണ് ഓരോ സ്റ്റേറ്റിൻ്റെയും നമ്മൾ പറഞ്ഞു പോയപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. യൂണിയൻ ടെറിട്ടറീസിൽ നമ്മൾ മാക്സിമം എന്താണ് കാര്യങ്ങൾ പറഞ്ഞു പോയേക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്തൊന്ന് നിങ്ങൾ കേൾക്കാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ നോട്ട്സ് എല്ലാം നമ്മുടെ ടെലഗ്രാമിൽ ഓരോ ദിവസത്തെ കറണ്ട് അഫയേഴ്സിൻ്റെയും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് കേരള സർക്കാർ പദ്ധതികളെ കുറിച്ചാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. കേരള സർക്കാർ പദ്ധതികളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്നത്. കാരണം എന്താണ്, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം, അത് പഠിച്ചു പോകാം. അപ്പോൾ കേരള സർക്കാർ പദ്ധതികൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഗണിത പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കാനായിട്ട് കേരള സർക്കാർ KDISCുമായി സഹകരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് മഞ്ചാടി എന്ന് പറയുന്നത്. അപ്പൊ മഞ്ചാടി എന്ന് പറയുന്ന പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാ? ഗണിത പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ കേരള സർക്കാർ KDISCുമായി സഹകരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയാണ് മഞ്ചാടി എന്ന് പറയുന്നത്. KDISCുമായി പ്രവർത്തിച്ച് അല്ലെങ്കിൽ സഹകരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയാണ് മഞ്ചാടി. ഓക്കെ, അതായത് വിദ്യാകിരണം മിഷന്റെ ആഭിമുഖ്യത്തിൽ സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിലാണ് ഇതിന്റെ നിർവഹണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും വിദ്യാർത്ഥികളെ ലഹരിയിൽ നിന്ന് അകറ്റാനും ലക്ഷ്യമിട്ട് കേരള എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് എന്ത്? നേർവഴി എന്നുള്ളത്. അപ്പോൾ നേർവഴി എന്ന് പറയുന്നത് എന്താണ്? ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും വിദ്യാർത്ഥികൾക്ക് എന്താണ് വിദ്യാർത്ഥികളെ ലഹരിയിൽ നിന്ന് അകറ്റാനും ലക്ഷ്യമിട്ട് കേരള എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി നേർവഴി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുള്ള സ്കൂളുകളിൽ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം, കൃഷി വകുപ്പ്, ജില്ലാ പോലീസ് സഹകരണ സംഘം എന്നിവരുടെ സഹായത്തോടെ ബലവൃക്ഷത്തോട്ടങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതിയാണ് മധുരവനം പദ്ധതി. മറ്റൊന്നും നോക്കണ്ട. മധുരവനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്റ്റുഡന്റ് കേഡറ്റിന്റെ പോലീസിന്റെയും അതേപോലെ തന്നെ ഈ പറയുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന എന്താണ് അതായത് എന്താണ് കൃഷി വകുപ്പും കൂടി നടത്തുന്ന ബലവൃക്ഷത്തോട്ടം നിർമ്മാണ പദ്ധതിക്ക് പറയുന്ന പേരാണ് മധുരവനം പദ്ധതി. ഓക്കെ, സ്കൂളുകളുടെ കത്തിടപാടുകൾ സുഗമമാക്കുന്നതിനായി കേരള സർക്കാർ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? ഈ തപാൽ എന്ന് പറയുന്നത്. ഈ തപാൽ കേരള സർക്കാർ പദ്ധതിയാണ് ഈ തപാൽ. സാക്ഷരതാ മിഷന്റെ സാമൂഹ്യ വിദ്യാഭ്യാസ പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ 2ാം വാർഷികത്തിന്റെ ഭാഗമായി 100 ദിന എന്താണ് കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതായ പദ്ധതിയാണ് നടപ്പാക്കുന്നത്. ഓക്കെ, അപ്പോ എന്താണ്? പൗരധ്വനി പദ്ധതി എന്ന് പറയുന്നതാണ് പദ്ധതിയുടെ പേര്. പൗരധ്വനി പദ്ധതി. അതായത് സാക്ഷരതാ മിഷന്റെ സാമൂഹ്യ വിദ്യാഭ്യാസ പദ്ധതിക്ക് പറയുന്ന പേരാണ് പൗരധ്വനി പദ്ധതി. പൗരധ്വനി. ഓക്കെ, അപ്പൊ എന്താണ് പൗരധ്വനി പദ്ധതി? പൗരധ്വനി പദ്ധതി അല്ലെങ്കിൽ സ്കീം എന്ന് പറഞ്ഞാൽ മതി. അതായിരിക്കും കുറച്ചുകൂടിയും ബെറ്റർ എന്ന് പറയുന്നത്. അപ്പൊ പൗരപദ്ധതി സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം സാക്ഷരതാ മിഷന്റെ എന്താണ് സാമൂഹ്യ വിദ്യാഭ്യാസ പദ്ധതിയാണ്. സംസ്ഥാന സർക്കാരിന്റെ 2ാം വാർഷികത്തിന്റെ ഭാഗമായി 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പദ്ധതിയാണിത്. അതേപോലെ തന്നെ എന്താണ്? പാർശ്വവൽകൃത മേഖലകളിൽ താമസിക്കുന്നവരുടെ അവകാശ സംരക്ഷണം ഉറപ്പാക്കുക, ജനാധിപത്യ സാഹോദര്യ ബോധം ഊട്ടിയുറപ്പിക്കുക, കടമകളും ഉത്തരവാദിത്തങ്ങളും ബോധ്യപ്പെടുത്തുക, സാമൂഹിക അസമത്വം ഒഴിവാക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. എന്താണ് പൗരത്വ നിധി പദ്ധതി അല്ലെങ്കിൽ പൗരധ്വനി? ഓക്കെ, പൗരധ്വനി പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ സാക്ഷരതാ മിഷന്റെ സാമൂഹിക വിദ്യാഭ്യാസ പദ്ധതിയാണ് പൗരധ്വനി എന്ന് പറയുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 2ാം വാർഷികത്തിന്റെ ഭാഗമായി 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? പൗരധ്വനി എന്ന് പറയുന്നത്. അത്രയെങ്കിലും ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് ഗോത്രസാരഥി പദ്ധതിയുടെ പുതിയ പേരാണ് വിദ്യാവാഹിനി. ഓക്കെ, അപ്പോൾ ഗോത്രസാരഥി എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ട്. അതിന്റെ പുതിയ പേരാണ് എന്തെന്ന് പറയുന്നത്? വിദ്യാവാഹിനി. എന്താണ്? വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബസ്സുകളിൽ സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷനാണ്
വിദ്യാവാഹൻ എന്ന് പറയുന്നത്. വിദ്യാവാഹൻ. ഓക്കെ, അപ്പൊ വിദ്യാവാഹൻ എന്താന്ന് ചോദിച്ചാൽ എന്താണ്? വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബസ്സുകളിൽ സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷനാണ് വിദ്യാവാഹൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അങ്കണവാടിയിലെ ഊർജ സ്വയം പര്യാപ്തമാക്കാനും ഊർജ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുമായി കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത്? അംഗൻ ജ്യോതി പദ്ധതി. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അംഗൻ ജ്യോതി പദ്ധതി. ഇനി കേരള സ്കൂൾ വെതർ സ്റ്റേഷൻ. എന്താണ് കേരള സ്കൂൾ വെതർ സ്റ്റേഷൻ എന്ന് പറയുന്നത്? വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം തൊഴിലും ലഭ്യമാക്കാനായി വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പുകളുടെ സഹകരണത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? അതാണ് കർമ്മചാരി പദ്ധതി. കർമ്മചാരി പദ്ധതിയാണ് ഇത്. കേരള സ്കൂൾ വെതർ സ്റ്റേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഭൂമിശാസ്ത്രം ഐച്ഛിക വിഷയമായി പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ ഭൂമിശാസ്ത്ര ലാബ് പരീക്ഷണങ്ങൾക്കായി കൊണ്ടുവരുന്ന പദ്ധതിയാണ് കേരള സ്കൂൾ വെതർ സ്റ്റേഷൻ. അപ്പോൾ കേരള സ്കൂൾ വെതർ സ്റ്റേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഭൂമിശാസ്ത്രം ഐച്ഛിക വിഷയമായി പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ ഭൂമിശാസ്ത്ര ലാബ് പരീക്ഷണങ്ങൾക്കായി കൊണ്ടുവരുന്ന പദ്ധതിയാണ് കേരള സ്കൂൾ വെതർ സ്റ്റേഷൻ. അടുത്താണ് കർമ്മചാരി പദ്ധതി. നമ്മളിപ്പോൾ തൊട്ടു മുമ്പ് പറഞ്ഞു എന്താണ് കർമ്മചാരി പദ്ധതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം തൊഴിലും ലഭ്യമാക്കാനായി വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പുകളുടെ സഹകരണത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് കർമ്മചാരി പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് എന്ത്? ശ്രുതിപാഠം. സഹപാഠിക്കൊരു കൈത്താങ്ങ് എന്നതാണ് ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് ആരംഭിച്ച 2022 ശതാബ്ദ പുസ്തകങ്ങളുടെ ലൈബ്രറി പദ്ധതിയാണ് ശ്രുതിപാഠം. അതായത് സഹപാഠിക്കൊരു കൈത്താങ്ങ്. ഓക്കെ, ഇനി അടുത്തതാണ് എന്ത്? നമ്മുടെ അമ്മ അറിയാൻ എന്ന് പറയുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ അറിയാൻ എന്ന് പറയുന്നത് അത് മറ്റൊരു പദ്ധതിയാണ്. അതേപോലെ തന്നെ ബേബി ബുക്സ് എന്ന് പറയുന്നതും ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? നമ്മുടെ കേരള ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പദ്ധതികളാണ് ഈ പറയുന്ന പദ്ധതികൾ എന്ന് പറയുന്നത്. ഓക്കെ, അമ്മമാർക്ക് ഹൈസ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകൾ വഴി സൈബർ സുരക്ഷാ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് അമ്മ അറിയാൻ എന്ന് പറയുന്നത്. 3 ലക്ഷം അമ്മമാർക്കാണ് ഈ പറയുന്ന പരിശീലനം നൽകുന്നത്. ഓക്കെ, അപ്പോൾ 2022 ഈ പറയുന്ന അമ്മ അറിയാൻ എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി നിലവിൽ എന്ത് ചെയ്തത്? തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വയ്ക്കുക. ഓക്കെ, അടുത്താണ് പോഷകബാല്യം. പോഷകബാല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്കണവാടി കുട്ടികൾക്ക് ആഴ്ചയിൽ 2 ദിവസം പാലും മുട്ടയും നൽകുന്ന പദ്ധതിയുടെ പേരാണ് പോഷകബാല്യം എന്ന് പറയുന്നത്. പോഷകബാല്യം. അപ്പോൾ പോഷകബാല്യം എന്ന് പറയുന്നത് അങ്കണവാടി കുട്ടികൾക്ക് ആഴ്ചയിൽ 2 ദിവസം എന്താണ്? മുട്ടയും പാലും നൽകുന്ന പദ്ധതിയാണ് പോഷകബാല്യം. ഓക്കെ, അടുത്തത് ബേബി ബുക്സ്. ബേബി ബുക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേബി ബുക്സ് എന്താണ്? അതായത് കായിക വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിൽ അവതരിപ്പിക്കുന്ന കായിക ഇനം പാഠ്യപദ്ധതിയാണ് ബേബി ബുക്സ് എന്ന് പറയുന്നത്. അടുത്തത് പൂട്ടാത്ത പാഠശാല. ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളെ പഠനത്തിൽ സഹായിക്കുന്നതിനായി സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി സൈറ്റ് ദൂരദർശനുമായി ചേർന്ന് ആരംഭിച്ച പരിപാടിയാണ് പൂട്ടാത്ത പാഠശാല. അപ്പൊ ശരിക്കും ഈ പദ്ധതി എന്ന് പറയുന്നത് എന്താണ്? കൊറോണ സമയത്ത് വന്നതാണ് പൂട്ടാത്ത പാഠശാല. ഓക്കെ, സൈറ്റ് ആരുമായി? ദൂരദർശനുമായി സഹകരിച്ച് വന്ന പദ്ധതിയാണ്. ഓക്കെ, ഇനി അടുത്തതാണ് വിങ്സ് എന്ന് പറയുന്നത്. വിങ്സ് എന്താണ്? അതായത് രാജീവ് ഗാന്ധി അക്കാദമി ഫോർ ഏവിയേഷൻ ടെക്നോളജി പ്രവേശനം നേടുന്ന SC/ST വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായ സഹായങ്ങൾക്ക് സർക്കാരിൽ നിന്നും ലഭിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? വിങ്സ് എന്ന് പറയുന്ന പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് വിങ്സ്. രാജീവ് ഗാന്ധി അക്കാദമി ഫോർ ഏവിയേഷൻ ആൻഡ് ടെക്നോളജിയിലാണ് ഇതിന്റെ SC/ST വിദ്യാർത്ഥികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട സഹായം എന്ന് പറയുന്നത്. അടുത്തത് വീടൊരു വിദ്യാലയം. എന്താണ് വീടൊരു വിദ്യാലയം എന്ന് പറയുന്ന പദ്ധതി? രക്ഷിതാക്കളുടെ സഹായത്തോടെ കുട്ടികളുടെ പഠന നേട്ടം ഉറപ്പാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ സമഗ്ര ശിക്ഷ കേരളം ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് വീട് ഒരു വിദ്യാലയം എന്ന് പറയുന്നത്. അപ്പോൾ വീട് ഒരു വിദ്യാലയം എന്ന് പറയുന്നത് എന്താണ്? രക്ഷിതാക്കളുടെ സഹായത്തോടെ കുട്ടികളുടെ പഠന നേട്ടം ഉറപ്പാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ സമഗ്ര ശിക്ഷ കേരളം ആരംഭിച്ച പദ്ധതിയുടെ പേരാണ്
വീട് ഒരു വിദ്യാലയം. അടുത്തത് വിദ്യാ തരംഗിണി എന്ന് പറയുന്നത് എന്താണ്? വിദ്യാ തരംഗിണി എന്ന് പറയുന്നത് വിദ്യാ തരംഗിണി മറ്റൊന്നുമല്ല, അതായത് എന്താണ്, ഓൺലൈൻ പഠനത്തിന് വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങുന്നതിന് പലിശരഹിത വായ്പ ലഭ്യമാക്കുന്നതിന് സംസ്ഥാന സഹകരണ വകുപ്പ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? വിദ്യാതരംഗിണി. ഇത് മുഖേന ഓൺലൈൻ പഠനത്തിന് വേണ്ടി കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 0% ഇൻട്രസ്റ്റിൽ മൊബൈൽ ഫോൺ വാങ്ങാനായിട്ട് പറ്റും. അടുത്തതാണ് കിളിക്കൊഞ്ചൽ എന്ന് പറയുന്നത്. എന്താണ് കിളിക്കൊഞ്ചൽ എന്ന് പറയുന്ന പദ്ധതി? അതായത് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച വിനോദ വിജ്ഞാന പരിപാടിയുടെ പേരാണ് കിളിക്കൊഞ്ചൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടാണ് കുറെ ടീച്ചർമാരൊക്കെ എന്താണ് മോണോവാക്ട് ഒക്കെ പോലെയുള്ള ലെവലിലുള്ള കാര്യങ്ങൾ, അതായത് പുതിയ പുതിയ എന്താണ് മെത്തേഡ് ഓഫ് സ്റ്റഡി കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുവന്നത്, പഠനം എന്താണ് ഉല്ലാസകരവും ആയാസകരവും ആക്കുന്നതിനുള്ള പുതിയ പുതിയ പദ്ധതികൾ ഓൺലൈൻ വഴി കൊണ്ടുവന്നത് ഈ പറയുന്ന കിളിക്കൊഞ്ചൽ വഴിയാണ്. ഓക്കെ. അടുത്തത് കളിക്കൂട്ടം പദ്ധതി. ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ സർഗശേഷി പരിപോഷിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സമഗ്ര ശിക്ഷ കേരളം നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് കളിക്കൂട്ടം പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തതാണ് ഉണർവ് എന്ന് പറയുന്നത്. എന്താണ് ഉണർവ്? അതായത് സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിലെ എക്സൈസ് വകുപ്പിന് കീഴിലെ വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ഉണർവ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണോ ഈ പദ്ധതി ഉണർവ്? ചിലപ്പോൾ ചോദിക്കാം, കാരണം സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വേണ്ടി വിദ്യാലയങ്ങളിലെ എക്സൈസ് വകുപ്പിന് കീഴിൽ വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉണർവ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് പ്രായോഗിക പ്രവർത്തനങ്ങളുടെയും അതേപോലെ വിശകലനത്തിലൂടെയും കുട്ടികളിൽ ശാസ്ത്രബോധം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രവൃത്തി അധിഷ്ഠിത ശാസ്ത്ര പഠന പദ്ധതിക്ക് പറയുന്ന പേരാണ് മഴവിൽ എന്ന് പറയുന്നത്. അപ്പോൾ മഴവിൽ പദ്ധതി പ്രായോഗിക പ്രവർത്തനങ്ങളിലൂടെയും അതേപോലെ വിശകലനത്തിലൂടെയും കുട്ടികളിൽ ശാസ്ത്രബോധം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഒരു പദ്ധതി ആയിരുന്നു എന്തെന്ന് പറയുന്നത്? മഴവിൽ എന്ന് പറയുന്നത്. എന്താണ് ചായം എന്ന് പറയുന്നത്? ചൈൽഡ് ഫ്രണ്ട്ലി അംഗനവാടീസ് എൽഡഡ് ത്രൂ അഡോൺമെന്റ് ആൻഡ് മേക്ക് ഓവർ എന്നതാണ് ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ചായം, CHAYAM എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത്. അതായത് സംസ്ഥാനത്തെ അംഗനവാടികളെ ശിശു സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചായം പദ്ധതി കൊണ്ടുവന്നത്. ശരിക്കും ചായം എന്ന് പറയുന്ന പദ്ധതി എന്ന് ഇംഗ്ലീഷിലാണ് അത് ശരിക്കും എഴുതേണ്ടത്. അപ്പോൾ ഒന്ന് നോക്കിക്കോ, ഇതാണ് ചായം പദ്ധതി എന്ന് പറയുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ ചൈൽഡ് ഫ്രണ്ട്ലി അംഗനവാടീസ് എൽഡഡ് ത്രൂ അഡോൺമെന്റ് ആൻഡ് മേക്ക് ഓവർ ആണ് ചായം എന്നതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് ഗോത്രജ്യോതി. എന്താണ് ഗോത്രജ്യോതി എന്ന് പറയുന്നത്? നമ്മൾ മകരജ്യോതി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതേപോലെ ഗോത്രജ്യോതി എന്താണെന്ന് ചോദിച്ചാൽ 5 വയസ്സ് പൂർത്തിയായ മുഴുവൻ പട്ടികവർഗ വിദ്യാർത്ഥികളുടെയും 1ാം ക്ലാസ് പ്രവേശനം ഉറപ്പുവരുത്താൻ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഗോത്രജ്യോതി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ 5 വയസ്സ് പൂർത്തിയായ മുഴുവൻ പട്ടികവർഗ വിദ്യാർത്ഥികളുടെയും 1ാം ക്ലാസ് പ്രവേശനം ഉറപ്പുവരുത്താൻ ആരംഭിച്ച പദ്ധതിയാണ് ഗോത്രജ്യോതി പദ്ധതി. ഇനി എന്താണ് മഴവിൽ പൂവ്? എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് നമുക്ക് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. കാരണം കുറേ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഇതിൻ്റെ ഒന്ന് വരാറുള്ളതാണ്. ഓക്കെ. അപ്പോൾ എന്താണ് മഴവിൽ പൂവ്? ഗോത്ര വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി സമഗ്ര ശിക്ഷ കേരള ഒരുക്കിയ ഓൺലൈൻ പഠന ക്ലാസിന്റെ പേരാണ് മഴവിൽ പൂവ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തതാണ് സഹിതം എന്ന് പറയുന്നത്. വിദ്യാർത്ഥികളുടെ അക്കാദമിക് മികവിനൊപ്പം തന്നെ സാമൂഹിക കഴിവ് വളർത്താനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കുന്നതിനുമായി കേരള വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സഹിതം. ഓക്കെ. അടുത്തത് വൈറ്റ് ബോർഡ്. എന്താണ് വൈറ്റ് ബോർഡ് എന്ന് പറയുന്ന ഒരു പദ്ധതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനായി സമഗ്ര ശിക്ഷ കേരള ആരംഭിച്ച പദ്ധതിയാണ് വൈറ്റ് ബോർഡ് എന്ന് പറയുന്നത്. എന്താണ് പ്രതിഭാ തീരം? പ്രതിഭാ തീരം മറ്റൊന്നുമല്ല, മത്സ്യഫെഡ് KSFEയുമായി ചേർന്ന് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്കായി ആരംഭിച്ച ഓൺലൈൻ പഠന പദ്ധതിയുടെ പേരാണ് പ്രതിഭാ തീരം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓൺലൈൻ പഠന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? പ്രതിഭാ തീരം എന്ന് പറയുന്നത്. ഇത് ആരൊക്കെ കൂടി കമ്പൈൻ ചെയ്താണ് ഈ പദ്ധതി നടപ്പാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മത്സ്യഫെഡും അതേപോലെ തന്നെ KSFEയുമായി ചേർന്ന് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്കായി ആരംഭിച്ച ഓൺലൈൻ പഠന പദ്ധതിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത്?
പ്രതിഫാ തീരം എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക, കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തത് ഉന്നത വിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്തുന്നതിനും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിനുമുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവിധ പദ്ധതികൾ ജനങ്ങൾക്കിടയിൽ എത്തിക്കാനുള്ള പദ്ധതിയാണ് ജ്ഞാന കേരളം, അതേപോലെ തന്നെ എന്താണ് ക്ഷേമ കേരളം എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, ഇനി എന്താണ് സെറ്റ് ഹെൽത്ത് ഏജൻസി എന്ന് പറയുന്നത്? സെറ്റ് ഹെൽത്ത് ഏജൻസി അത് സാമൂഹ്യ ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ടാണ് സെറ്റ് ഹെൽത്ത് ഏജൻസി എന്ന് പറയുന്നത്. ആക്ച്വലി എന്താണെന്ന് ചോദിച്ചാൽ, സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പാക്കി വന്നിരുന്ന ശ്രുതി തരംഗവും അനുബന്ധ പദ്ധതി ധ്വനിയും ഇനി മുതൽ നടപ്പാക്കുന്നത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയാണ്. ഒരിടയ്ക്ക് PSC എപ്പോഴും ചോദിക്കണതാണ് ഈ പറയുന്ന ശ്രുതി തരംഗവും അതേപോലെ തന്നെ ധ്വനി എന്ന് പറയുന്ന പദ്ധതിയൊക്കെ. അപ്പൊ ഇനി ആ പദ്ധതി ഇല്ല, അതിന് പകരം സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയാണ് ഈ പദ്ധതി എന്ത് ചെയ്യുന്നത്, നടപ്പിലാക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി എന്താണ് റേഷൻ റൈറ്റ് കാർഡ് എന്ന് പറയുന്നത്? കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാനത്ത് നിന്ന് റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് റേഷൻ റൈറ്റ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ റേഷൻ റൈറ്റ് കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതിഥി തൊഴിലാളികൾക്ക് എന്താണ് ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള അവർക്ക് എന്ത് ചെയ്യാം, റേഷൻ വാങ്ങാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് റേഷൻ റൈറ്റ് കാർഡ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഓർമ്മത്തോണി. അപ്പൊ അതിക്ക് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുന്ന പദ്ധതി നടപ്പിലാക്കുന്ന ഈ പറയുന്ന റൈറ്റ് റേഷൻ കാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഈ റേഷൻ റൈറ്റ് കാർഡ് പദ്ധതി നിലവിൽ വന്നത്. ഓക്കെ, അടുത്തത് ഓർമ്മത്തോണി. എന്താണ്? ഡിമെൻഷ്യ അതേപോലെ തന്നെ അൾഷിമേഴ്സ് അതേപോലെ തന്നെ ബധിതരായ വയോജനങ്ങൾക്കായി സാമൂഹ്യ സുരക്ഷാ മിഷൻ സാമൂഹ്യനീതി വകുപ്പിന്റെയും മറ്റു വകുപ്പുകളുടെയും സഹകരണത്തോടെ നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി എന്ന് പറയുന്നത്. ഓർമ്മ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ, അൾഷിമേഴ്സ് ഒക്കെ ഉള്ള ആളുകൾക്കാണ് മറവി രോഗം എന്ന് പറയുന്നത്. അപ്പൊ അവരുമായി ബന്ധപ്പെട്ടുള്ള ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്, ഡിമെൻഷ്യയും അൾഷിമേഴ്സ് അതേപോലെ തന്നെ ബധിതരായ വയോജനങ്ങൾക്ക് ഇങ്ങനെ വേണ്ടിയിട്ടാണ് ഓർമ്മത്തോണി എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവരുന്നത്. ഓക്കെ, അടുത്തതാണ് ദീപ്തി എന്ന് പറയുന്നത്. എന്താണ് ദീപ്തി? അതായത് കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാവരെയും ബ്രെയിൻ ലിപി പഠിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് ദീപ്തി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, നിലവില് ഒത്തിരി ആളുകൾക്ക് എന്താണ് കാഴ്ചയില്ലാത്ത ആളുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ബ്രെയിൻ ലിപി എന്ന് പറയുന്നത്. അപ്പൊ ഈ ബ്രെയിൻ ലിപി പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയൊരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്, ദീപ്തി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ബീറ്റ്സ് പദ്ധതി. അതായത് ഭിന്നശേഷി കുട്ടികളുടെ ജീവിത നൈപുണ്യം വികസിപ്പിക്കുക, അതിജീവനത്തിന് അവരെ പ്രാപ്തരാക്കുക എന്നീ ലക്ഷ്യങ്ങൾക്കായി ഭിന്നശേഷിക്കാരെ നീന്തൽ പരിശീലിപ്പിക്കുന്ന പദ്ധതിയാണ് ബീറ്റ്സ് പദ്ധതി. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ബീറ്റ്സ് പദ്ധതി. അപ്പോൾ എന്താണ്, ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെ നീന്തൽ പഠിപ്പിക്കണം. അപ്പൊ അത് അത്രത്തോളം റിസ്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് ബീറ്റ്സ് പദ്ധതി. ഓർത്തു വെച്ചോ, ഒരു മാർക്ക് ചിലപ്പോൾ കിട്ടാവുന്നതാണ്. ഓക്കെ, അടുത്തത് സ്റ്റാർട്ടപ്പ് സിറ്റി എന്ന് പറയുന്നത്. പട്ടികജാതി പട്ടികവർഗ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള സ്റ്റാർട്ടപ്പ് മിഷനും ഉന്നതിയും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് സ്റ്റാർട്ടപ്പ് സിറ്റി എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെച്ചോ. പട്ടികജാതി പട്ടികവർഗ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള സ്റ്റാർട്ടപ്പ് മിഷനും ഉന്നതിയും ചേർന്ന് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സ്റ്റാർട്ടപ്പ് സിറ്റി. ഓക്കെ, ഇനി സംസ്ഥാനത്തെ നഗരങ്ങളിലെ സമ്പൂർണ്ണ മാലിന്യ പരിപാലനത്തിന് ഉള്ള കേരളക്കര മാലിന്യ പരിപാലന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്, മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ മലിനമാക്കാതിരിക്കുക എന്നതുകൊണ്ടുള്ള പുതിയൊരു പദ്ധതിയാണ് മാറ്റം എന്ന് പറയുന്നത്. അത് സക്സസ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. കാരണം എന്താണ്, അതിന് ഓരോരുത്തരും എന്ത് ചെയ്യണം, മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാവണം. ഓക്കെ, അടുത്തത് ഓപ്പറേഷൻ ജലധാര. എന്താണ് ഓപ്പറേഷൻ ജലധാര എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മറ്റൊന്നുമല്ല, നഗരപ്രദേശത്തെ തോടുകളിൽ നിന്നും മാലിന്യം നീക്കം ചെയ്യുന്നതിന് തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം രൂപം നൽകിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ജലധാര. ഇപ്പൊ കുറച്ചു മുമ്പും കൂടി ഈ പദ്ധതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കും ചിലപ്പോൾ ജോയി എന്ന് പറയുന്ന ആളുടെ മരണവും ബാക്കി കാര്യങ്ങളൊക്കെ. നമുക്ക് അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ചിലപ്പോൾ ഈ ഒരു പദ്ധതി ആയിരിക്കും അതിന്റെ ഭാഗമായിട്ട്. കാരണം അത് സെൻട്രൽ ഗവൺമെന്റ് ആണ്, റെയിൽവേയും കൂടിയാണ് അത് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതുമായി ബന്ധം ഉണ്ടാവില്ല. ഏകദേശം ഇതേപോലത്തെ ഒരു പദ്ധതി തന്നെയാണ് അതും എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നവശക്തി പദ്ധതി എന്ന് പറയുന്നത് ചുമട്ടുതൊഴിൽ മേഖലയുടെ നവീകരണത്തിനായി
കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് നവശക്തി പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ് ശലഭം എന്ന് പറയുന്നത്? ശലഭം സംസ്ഥാന സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധന ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് ശലഭം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധന ലക്ഷ്യം വെച്ച് കൊണ്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് ശലഭം. എന്താണ് അനന്യ മലയാളം? അനന്യ മലയാളം എന്ന് ചൊല്ലുന്നത് ഉദ്ദേശിക്കുന്നത് അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കാൻ മലയാള മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അനന്യ മലയാളം. ഒന്ന് ഓർത്തു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അന്യഭാഷാ തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്താണ് നമ്മളെക്കാൾ നന്നായിട്ട് മലയാളം പറയാനായിട്ട് ആർക്ക് പറ്റുന്നുണ്ട്? അന്യഭാഷാ തൊഴിലാളികൾക്ക് പറ്റുന്നുണ്ട്. അതേപോലെ അവരുടെ അത്രയും തന്നെ ഹിന്ദി പറയാൻ നമുക്കും എന്ത് ചെയ്യുന്നുണ്ട്? പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി അനന്യ മലയാളം പദ്ധതിയുടെ ഭാഗമായി പ്രസിദ്ധീകരിച്ച പാഠപുസ്തകമാണ് കണിക്കൊന്ന എന്ന് പറയുന്നത്. അപ്പോൾ കണിക്കൊന്ന പൂവല്ല, എന്താണ് ഈ പറയുന്ന അനന്യ മലയാളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രസിദ്ധീകരിച്ച പാഠപുസ്തകത്തിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? കണിക്കൊന്ന എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രളയം നിയന്ത്രിക്കാനും അതേപോലെ തന്നെ എന്താണ് കൊച്ചി മഴവെള്ളം സംഭരിപ്പിക്കാനുമായി സ്പോഞ്ച് സിറ്റി പദ്ധതി നിലവിൽ വരുന്ന കേരളത്തിലെ നഗരം ഏതാന്ന് ചോദിച്ചാൽ അത് കൊച്ചിയാണ്. ഓക്കെ, അപ്പോൾ പ്രളയം നിയന്ത്രിക്കാനും മഴവെള്ളം സംഭരിക്കാനുമായിട്ട് എന്താണ് സ്പോഞ്ച് സിറ്റി, വെരി വെരി ഇമ്പോർട്ടന്റ്, ഓർത്തു വച്ചോ. സ്പോഞ്ച് സിറ്റി പദ്ധതി നിലവിൽ വന്ന കേരളത്തിലെ നഗരം ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ് മക്കളെ? കൊച്ചിയാണ്. എന്താണ് കേരള ട്രൈബൽ പ്ലസ്? അടുത്തൊരു പദ്ധതിയാണ്. നമുക്ക് ഒത്തിരി പദ്ധതികളുണ്ട്. ഏകദേശം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് 200ഓളം പദ്ധതികളാണ് ചർച്ച ചെയ്തു പോകുന്നത്. അപ്പോൾ ഒന്നും കളയാനില്ല, മൊത്തം പഠിച്ചങ്ങ് സെറ്റായി പൊക്കോ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ പട്ടികവർഗ കുടുംബങ്ങൾക്ക് 100 തൊഴിൽ ദിനങ്ങൾ കൂടി ഉറപ്പാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് കേരള ട്രൈബൽ പ്ലസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്ലസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, എന്താണ് 100 ദിവസം പൂർത്തിയാക്കി, അങ്ങനെ എന്ത് ചെയ്തു? തൊഴിലുറപ്പ് പദ്ധതി 100 ദിവസമാണ്. അപ്പൊ 100 ദിവസം പൂർത്തിയാക്കിയ ആളുകൾക്ക് വീണ്ടും എന്താണ് ഒരു 100 ദിവസം കൂടി അനുവദിക്കുന്ന പദ്ധതിയാണ് കേരള ട്രൈബൽ പ്ലസ് എന്ന് പറയുന്നത്. ഓക്കെ, 2023 മെയ് മാസത്തിലെ പദ്ധതി പ്രകാരമുള്ള 10 ലക്ഷം തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കി. ഓക്കെ, അതേപോലെ ഈ പദ്ധതി പട്ടികവർഗ കുടുംബങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വികസനമാണ് ശരിക്കും ലക്ഷ്യമിടുന്നത്. ഓക്കെ, കേരള സംസ്ഥാന ആദിവാസി വകുപ്പാണ് ഈ പദ്ധതിയുടെ ചെലവ് വഹിക്കുന്നത്. അപ്പോൾ എന്താണ് നല്ല രീതിയിൽ എന്താണ് ഈ പറയുന്ന നമ്മുടെ ST വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ പദ്ധതി എന്ത് ചെയ്യുന്നത്? കേരള ട്രൈബൽ പ്ലസ് എന്ന് പറയുന്ന പദ്ധതി നടപ്പാക്കുന്നത്. ഓക്കെ, ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം, വെറൈറ്റി സംഭവമാണത്, നമ്മളും കേട്ടിട്ടില്ല ഈ ഒരു സംഭവം. ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം എന്ന് പറയുന്ന പദ്ധതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും നിലവാരമുള്ള കളിക്കളം ഒരുങ്ങുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സർക്കാർ പദ്ധതിയാണ് ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും നിലവാരമുള്ള ഒരു ഫുട്ബോൾ കോർട്ടോ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് കോർട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പദ്ധതി എന്ത് ചെയ്യുക, ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക, വരിക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിലാണ് ഈ പദ്ധതി ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി കരുതപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് കാറ്റാടി എന്ന് പറയുന്നത്. ആദിവാസി വിഭാഗത്തിലെ ആർക്കാണ്? ആദിവാസി വിഭാഗങ്ങളിലെ ഭിന്നശേഷിക്കാരുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പിന്റെ പദ്ധതിയാണ് കാറ്റാടി എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തു വെച്ചോ, ആദിവാസി വിഭാഗത്തിലെ ഭിന്നശേഷിക്കാരുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പിന്റെ പദ്ധതിയാണ് കാറ്റാടി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് മേരി ഹോം എന്ന് പറയുന്നത്. മേരി ഹോം എന്താണ്? മേരി ഹോം എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. അതായത് സംസ്ഥാന സർക്കാരിന്റെ 2ാം 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി സ്വന്തമായി വീടില്ലാത്ത ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്ക് നൽകുന്ന ഭവന വായ്പാ പദ്ധതിയുടെ പേരാണ് മേരി ഹോം എന്നറിയപ്പെടുന്നത്. അപ്പോൾ മേരി ഹോം പദ്ധതി എന്ന് പറയുന്നത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. അതിൻ്റെ അകത്ത് അപ്പോൾ എന്താണ്
100 ദിന കർമ്മ പരിപാടിയാണ് എന്ത് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് സംസ്ഥാന സർക്കാരിന്റെ 2ാം 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സ്വന്തമായി വീടില്ലാത്ത ആളുകൾക്ക്, അതും ഭിന്നശേഷിക്കാരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിക്ക് പറയുന്ന പേരാണ് മേരി ഹോം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് പ്രവാസി മിത്രം പദ്ധതി. എന്താണ്? പ്രവാസികൾക്ക് ഓൺലൈനായി കേരളത്തിലെ റവന്യൂ സർവേ സേവനങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി ലാൻഡ് റവന്യൂ വകുപ്പ് ആരംഭിച്ച പോർട്ടലിന്റെ പേരാണ് പ്രവാസി മിത്രം. ഓർത്തു വച്ചോ, എന്താണ്? പ്രവാസികൾക്ക് ഓൺലൈനായി കേരളത്തിലെ റവന്യൂ സർവേ സേവനങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി ലാൻഡ് റവന്യൂ വകുപ്പ് ആരംഭിച്ച പോർട്ടലാണ് പ്രവാസി മിത്രം. അടുത്തത് തൊഴിൽ സേവാ ആപ്പ്. എന്താണ് തൊഴിൽ സേവാ ആപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് തൊഴിൽ സേവാ ആപ്പ്? എന്താണ് തൊഴിൽ സേവാ ആപ്പ്? ചുമട്ടുതൊഴിൽ മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പൊതുജനങ്ങൾക്കായി സംസ്ഥാന തൊഴിൽ വകുപ്പ് ആരംഭിച്ച ആപ്ലിക്കേഷന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്, തൊഴിൽ സേവാ ആപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് സാകല്യം പദ്ധതി. സാകല്യം പദ്ധതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നിർധനരായ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് സ്വയം തൊഴിൽ ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനായി പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് സാകല്യം എന്ന് പറയുന്നത്. സാകല്യം പദ്ധതി നിലവിൽ എന്താണ്, നിർധനരായ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി നിലവിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ സാകല്യം എന്ന് പറയുന്നത് ആക്ച്വലി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിർധനരായ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്ക് സ്വയം തൊഴിൽ ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനായി പരിശീലനം നൽകുക എന്ന ലക്ഷ്യമാണ് സാകല്യം പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് സ്മൃതി പദം എന്ന് പറയുന്നത്. സ്മൃതി പദം എന്ന് പറയുന്ന പദ്ധതി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്മൃതി പദം പദ്ധതി എന്താണ്? സ്മൃതി പദം പദ്ധതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിമെൻഷ്യ ബാധിതരെ പരിപാലിക്കുന്നതിനായി സമൂഹത്തിൽ ഈ വിഷയത്തിന് വേണ്ട ബോധവൽക്കരണം നടത്തുന്നതിനും കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിക്ക് പറയുന്ന പേരാണ് സ്മൃതി പദം എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണെന്ന് ഓർത്തു വെച്ചോ, സ്മൃതി പദം. ഓക്കെ, അടുത്തതാണ് KSRTC തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ സഹകരണത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് ഗ്രാമവണ്ടി എന്ന് പറയുന്നത്. ഗ്രാമവണ്ടി. അപ്പോൾ ഗ്രാമവണ്ടി പദ്ധതി എന്ന് പറയുന്നത് KSRTC തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഗ്രാമവണ്ടി. ഇനി അടുത്തതാണ് പ്രവാസി തണൽ പദ്ധതി. എന്താണ്? കോവിഡ് ബാധിച്ച് വിദേശത്തോ അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന സ്വദേശത്തോ വെച്ച് മരണമടഞ്ഞ പ്രവാസി മലയാളികളുടെയും മടങ്ങിയെത്തിയ വിദേശി മലയാളികളുടെയും അവിവാഹിതരായ പെൺമക്കൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് ആരംഭിച്ച പദ്ധതിയുടെ പേരായിരുന്നു എന്തെന്ന് പറയുന്നത്, പ്രവാസി തണൽ പദ്ധതി. ഓക്കെ, അപ്പോൾ കോവിഡ് ബാധിച്ച് വിദേശത്തോ അല്ലെങ്കിൽ സ്വദേശത്തോ വെച്ച് മരണമടഞ്ഞ പ്രവാസി മലയാളികളുടെയും അതേപോലെ തന്നെ മടങ്ങിയെത്തിയ വിദേശി മലയാളികളുടെയും അവിവാഹിതരായ പെൺമക്കൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനുള്ള ആരംഭിച്ച പദ്ധതിയാണ് പ്രവാസി തണൽ പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്തതാണ് പ്രത്യാശ എന്ന് പറയുന്നത്. പ്രത്യാശ എന്താണ്? പ്രത്യാശ എന്ന് പറയുന്നത്, പ്രത്യാശ അതായത് സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ്. ഓക്കെ, പ്രത്യാശ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് നേരിട്ടും NGOകൾ വഴിയും, ഓക്കെ, നേരിട്ടും അതേപോലെ തന്നെ NGOകൾ വഴിയും വഴിയും നടത്തുന്ന ക്ഷേമ സ്ഥാപനങ്ങളിലെ മാനസിക രോഗം ഭേദമായ അന്യ സംസ്ഥാനക്കാരെ സ്വന്തം സംസ്ഥാനത്തേക്ക് തിരികെ എത്തിക്കുന്ന പദ്ധതിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത്, പ്രത്യാശ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് നേരിട്ടും NGOകൾ വഴിയും നടത്തുന്ന ക്ഷേമ സ്ഥാപനങ്ങളിലെ മാനസിക ആരോഗ്യം ഭേദമായ അന്യ സംസ്ഥാനക്കാരെ സ്വന്തം സംസ്ഥാനത്തേക്ക് എത്തിക്കുന്ന പദ്ധതിക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, പ്രത്യാശ എന്ന് പറയുന്നത്. ഓർത്തു വച്ചോ. അടുത്തതാണ് യെല്ലോ ലൈൻ. എന്താണ് യെല്ലോ ലൈൻ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ നിരോധിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് യെല്ലോ ലൈൻ. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ കഴിഞ്ഞ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ചോദ്യം. യെല്ലോ ലൈൻ താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അതായത് എന്താണ്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഈ പറയുന്ന പുകയില എന്ത് ചെയ്യാൻ പാടില്ല? നമുക്ക് ഉപയോഗിക്കാനായിട്ട് പാടില്ല എന്ന് പറയുന്ന പദ്ധതിയാണ്. ഓക്കെ, ഇനി
തണലിടം പദ്ധതി. എന്താണ് തണലിടം പദ്ധതി എന്ന് പറയുന്നത്? തണലിടം പദ്ധതി എന്ന് പറയുന്നത് സ്വന്തമായി വാസ സ്ഥലമില്ലാത്തതും സംരക്ഷിക്കുവാൻ മറ്റാരും തയ്യാറാകാത്തതുമായ ജയിൽ മോചിതരായ തടവുകാരെ താമസിപ്പിക്കുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് തണലിടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പദ്ധതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന നമ്മുടെ സ്വന്തമായിട്ട് വാസസ്ഥലം ഇല്ല, അവർ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നു, അവർക്ക് വേറെ എന്താണ് കഴിയാനായിട്ട് വേറെ സ്ഥലമില്ല, അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് തണലിടം. അടുത്തത് എന്താണ് സേഫ് ഹോം? അതായത് സാമൂഹ്യ പ്രശ്നങ്ങൾ നേരിടുന്ന മിശ്രവിവാഹ ദമ്പതികൾക്ക് പരമാവധി 1 വർഷം സുരക്ഷിതമായി താമസിക്കുന്നതിനായി കേരള സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് സേഫ് ഹോം പദ്ധതി എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ ഈ PSC പഠിക്കുമ്പോഴാണ് ഇത്രയും പദ്ധതികളൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത് തന്നെ. കാരണം അത്രത്തോളം കേരള സർക്കാർ പദ്ധതികളാണ് നിലവിൽ ഉള്ളത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ് പരിരക്ഷ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് പരിരക്ഷ എന്ന് പറയുന്നത്. അടുത്തതാണ് കാതോരം പദ്ധതി. കാതോരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കാൻ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാതോരം എന്ന് പറയുന്ന പദ്ധതി. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ കാതോരം പദ്ധതി. അതായത് എന്താണ്? കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കാൻ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാതോരം. എന്താണ് സ്പെക്ട്രം എന്ന് പറയുന്നത്? സ്പെക്ട്രം അതായത് ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഏതിൻ്റെ അകത്ത് പഠിക്കാനുള്ളൂ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പദ്ധതികൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കാർഷിക ജൈവ പദ്ധതികൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ അകത്തുനിന്നും PSC എന്ത് ചെയ്യാറുണ്ട്? ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓരോ ദിവസവും കറക്റ്റായിട്ട് പഠിക്കുന്നു, നിങ്ങൾ ടെലഗ്രാമിൽ വരുന്നു, അതിൻ്റെ ക്വസ്റ്റ്യൻ ബോൾ ചെയ്യുന്നു, നേരെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഓരോ ക്ലാസ്സിൻ്റെയും നോട്ട് വായിക്കുന്നു. ഇതൊക്കെയാണ് ഏറ്റവും അതായത് ട്രാക്കിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, അപ്പോൾ കാർഷിക ജൈവ പദ്ധതികൾ നമുക്ക് നോക്കാം. അന്യം നിന്ന് പോകുന്ന നാട്ടുമാവുകളെ സംരക്ഷിക്കാൻ സംസ്ഥാന വനം വന്യജീവി വകുപ്പിന്റെ കീഴിൽ ആരംഭിച്ച പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? നാട്ടുമാവും തണലും എന്ന് പറയുന്ന പദ്ധതി. ഇനി കേരളത്തിലെ പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനായി സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് നെറ്റ് സീറോ എമിഷൻ സഹകരണ മേഖലയിൽ. ഓക്കെ, അപ്പോൾ എന്താണ് നെറ്റ് സീറോ എമിഷൻ സഹകരണ മേഖലയിൽ കേരളത്തിന്റെ പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനായി സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഈ പറയുന്ന എന്തെന്ന് പറയുന്നത്? നെറ്റ് സീറോ എമിഷൻ സഹകരണ മേഖലയിൽ. ഇനി പ്രകൃതിദത്ത വനങ്ങൾ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള വനം വകുപ്പ് നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ച് നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് വനീകരൺ എന്ന് പറയുന്നത്. അപ്പോൾ വനീകരൺ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതായത് പ്രകൃതിദത്ത വനങ്ങൾ പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? വനീകിരൺ എന്ന് പറയുന്ന പദ്ധതി. ഇനി എന്താണ് ദേവാങ്കണം ചാരുഹിതം? അപ്പോൾ വെറൈറ്റി സംഭവമാണ്, കേൾക്കുമ്പോൾ തന്നെ ഒരു രസമൊക്കെ തോന്നുന്നുണ്ട്. ദേവാങ്കണം ചാരുഹിതം മറ്റൊന്നുമല്ല, ക്ഷേത്രാങ്കണങ്ങളുടെയും കുളങ്ങളുടെയും കാവുകളുടെയും പരിപാലിച്ച് ഹരിതഭമാക്കാൻ ദേവസ്വം വകുപ്പ് നടപ്പാക്കുന്ന പുതിയ പദ്ധതിയുടെ പേരാണ് ദേവാങ്കണം ചാരുഹിതം. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ പറയുന്ന ക്ഷേത്രാങ്കണങ്ങളിലും അതേപോലെ തന്നെ കുളങ്ങളുടെയും കാവുകളുടെയൊക്കെ സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുക? വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് എന്ത് ചെയ്യുക? കൂടുതൽ ഹരിതഭമാക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ നടക്കുന്നുണ്ടോ എന്നൊന്നും അറിയത്തില്ല. കാരണം ഒരു നല്ലൊരു പദ്ധതിയാണ് ഇത് വരികയാണെങ്കിൽ. കാരണം ആ ഒരു ട്രഡീഷണൽ ഫീലിങ്ങും അതേപോലെ ഡിവോഷണൽ ഫീലിങ്ങും നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി കർഷകരുടെ പ്രശ്നങ്ങൾ നേരിട്ട് വിലയിരുത്തുന്നതും പരിഹരിക്കുന്നതിനുള്ള സംസ്ഥാന കൃഷി വകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് കൃഷി ദർശൻ എന്ന് പറയുന്നത്. അപ്പൊ കൃഷി ദർശൻ എന്ന് പറയുന്നത് കർഷകരുടെ പ്രശ്നങ്ങൾ നേരിട്ട് വിലയിരുത്തി പരിഹരിക്കുന്നതിനുള്ള സംസ്ഥാന കൃഷി വകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത്? കൃഷി ദർശൻ എന്ന് പറയുന്നത്. അടുത്തത് ആരാമം ആരോഗ്യം. എന്താണ് ആരാമം ആരോഗ്യം എന്ന് പറയുന്ന പദ്ധതി? അതായത് ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ആയുഷ് വകുപ്പിന് കീഴിൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹകരണത്തോടെ ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ച് അവബോധം വർദ്ധിപ്പിക്കുന്നതിന് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ്
ആരാമം ആരോഗ്യം. ഓർത്തു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്ക് നിങ്ങൾക്ക് അതിൻ്റെ അത് കിട്ടുന്നതായിരിക്കും. കാരണം ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ആയുഷ് വകുപ്പിന് കീഴിൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹകരണത്തോടെ ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ച് അവബോധം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ആരാമം ആരോഗ്യം. അടുത്തത് ഞങ്ങളും കൃഷിയിലേക്ക്. കൂടുതൽ പേരെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനായി 2022 സംസ്ഥാന കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ക്യാമ്പയിന്റെ പേരാണ് ഞങ്ങളും കൃഷിയിലേക്ക്. അപ്പോൾ എന്ത് ചെയ്യുക, പുതിയ ആളുകളെ കൃഷിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളും കൃഷിയിലേക്ക് എന്ന് പറയുന്ന ക്യാമ്പയിൻ. അടുത്തത് നിറവല്ലം. എന്താണ് നിറവല്ലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓണക്കാലത്ത് പച്ചക്കറികൾ സുലഭമായി ലഭ്യമാക്കുന്നതിനായി സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് നിറവല്ലം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന് പറയുന്ന ക്യാമ്പയിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ചില്ലു എന്ന് പറയുന്ന അണ്ണാറക്കണ്ണനാണ് കേട്ടോ. നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ആ ഒരു ചോദ്യം ഇട്ടതാണ്. അപ്പൊ നിങ്ങൾക്കത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എന്താണ്, ചില്ലു എന്ന അണ്ണാറക്കണ്ണനാണ് ഭാഗ്യചിഹ്നമായിട്ട് ഞങ്ങളും കൃഷിയിലേക്ക് എന്ന് പറയുന്ന ക്യാമ്പയിന്റെ അകത്ത് ഉള്ളത്. ഓക്കെ, ഇനി അടുത്തതാണ് എന്ത്, നമ്മുടെ 2021 ബജറ്റ് പ്രഖ്യാപന കാർഷിക മേഖലയിൽ ഉൽപാദനത്തൊപ്പം സംസ്കരണം, വിപണനം എന്നിവ ഒരുക്കാനുള്ള മൂലധന നിക്ഷേപത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ് സൈക്ക് എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, സൈക്ക് എന്ന് പറയുന്നത്, അപ്പോൾ സൈക്ക് എന്ന് പറയുന്ന കോപ്പറേറ്റീവ് ഇനിഷ്യേറ്റീവ് ഫോർ അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ കേരള എന്നതാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. സൈക്ക്, CAIK എന്നതാണ് സൈക്ക്. അതായത് 2021 ബജറ്റ് പ്രഖ്യാപനമായ കാർഷിക മേഖലയിൽ ഉൽപാദനത്തിനൊപ്പം സംസ്കരണവും വിപണനവും എന്നിവ ഒരുക്കാനുള്ള മൂലധന നിക്ഷേപത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ആരംഭിക്കുന്ന പദ്ധതിയാണ് ഈ പറയുന്ന സൈക്ക് എന്ന് പറയുന്നത്. ഓർത്തു വച്ചോ, 1 മാർക്ക് നമുക്ക് കിട്ടാം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്, 2021 സൈക്ക് പദ്ധതി. ഓക്കെ, സൈക്ക്. ഓക്കെ, അടുത്തത് മൺട്രോ തുരുത്ത്. കേരള കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കാലാവസ്ഥ അനുരൂപ കൃഷി മാതൃകാ പദ്ധതി ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മൺട്രോ തുരുത്താണ്. മൺട്രോ തുരുത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊല്ലമാണ്. ജീവനി സഞ്ജീവനി. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ജനങ്ങളുടെ പഴം, പച്ചക്കറി മുതലായ ഓൺലൈൻ ലഭ്യമാക്കുന്നതിനായിട്ടുള്ള കേരള സർക്കാർ അന്നേരം കൊണ്ടുവന്ന ഒരു പദ്ധതിയുടെ പേരായിരുന്നു ഈ പറയുന്ന ജീവനി സഞ്ജീവനി എന്ന് പറയുന്നത്. അടുത്തതാണ് വനിക എന്ന് പറയുന്നത്. എന്താണ് വനിക പദ്ധതി എന്ന് ചോദിച്ചാൽ, ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ തന്നെ ആദിവാസി മേഖലയിലെ വന കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനായി വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് വനിക എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ക്ഷീരസ്വാന്തനം. എന്താണ് ക്ഷീരസ്വാന്തനം എന്ന് ചോദിച്ചാൽ, കേരള ക്ഷീര വികസന വകുപ്പ് ക്ഷീര കർഷകർക്കും കുടുംബാംഗങ്ങൾക്കും പശുക്കൾക്കുമായി ആരംഭിച്ച ഇൻഷുറൻസ് പദ്ധതിയാണ് ക്ഷീരസ്വാന്തനം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് ക്ഷീരസ്വാന്തനം എന്ന് പറയുന്നത്. അടുത്തത് സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി വീട്ടിൽ ഒരു തോട്ടം പദ്ധതി നടപ്പിലാക്കിയ ജില്ലയാണ് ഏതെന്ന് ചോദിച്ചാൽ അത് പാലക്കാട് ജില്ലയാണ്. ഓക്കെ, അപ്പോൾ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് വീട്ടിലൊരു തോട്ടം പദ്ധതി നടപ്പിലാക്കിയ ജില്ലയാണ് പാലക്കാട്. ഓക്കെ, അടുത്തത് കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി കുറയ്ക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സീഡാഡ്. സീഡാഡ് അതായത് ഈ 18 വയസ്സ് വരെയുള്ള സൗജന്യ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ട് ഇതിനെക്കുറിച്ചൊരു കൗൺസിലിംഗ് നൽകി അവരെ ഈ പറയുന്ന ആസക്തിയിൽ നിന്നും, ഡിജിറ്റൽ ആസക്തിയിൽ നിന്നും പരിഹാരം കാണുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ്, കേരള പോലീസാണ് അവർക്ക് ചുക്കാനായിട്ട് പിടിക്കുന്നത്. അപ്പോൾ കേരള പോലീസിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ക്യാമ്പയിൻ അല്ലെങ്കിൽ ഈ ഒരു പദ്ധതി സീഡാഡ് എന്ന് പറയുന്ന പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യുക, മൊബൈലിനോടുള്ള അഡിക്ഷൻ കുറയ്ക്കുക എന്നതാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് പ്രൊജക്റ്റ് എക്സ് എന്ന് പറയുന്നത്? പ്രൊജക്റ്റ് എക്സ് അതായത് തലസ്ഥാന ജില്ലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് പ്രൊജക്റ്റ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തലസ്ഥാന ജില്ലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് എന്താണ്, ലൈംഗിക വിദ്യാഭ്യാസം നൽകുന്ന ആ ഒരു പദ്ധതിയുടെ പേരാണ് പ്രൊജക്റ്റ് എക്സ് എന്ന് പറയുന്നത്. എന്താണ് ധീരം പദ്ധതി? ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ 100 ദിന പരിപാടിയുടെ ഭാഗമായി നമ്മൾ കുറച്ചു മുമ്പ് ഒരു പരിപാടി പറഞ്ഞു. അപ്പോൾ ഇതും സംസ്ഥാന സർക്കാരിൻ്റെ 100 ദിന പരിപാടിയുടെ ഭാഗമായി സ്ത്രീകളുടെ സ്വയം രക്ഷയ്ക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായി ആരംഭിച്ച പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്,
ധീരം പദ്ധതി എന്ന് പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വച്ചോ, ഒരു മാർക്കാണ്. അടുത്ത് സ്കൂൾ ആരോഗ്യ പരിപാടി. എന്താണ് സ്കൂൾ ആരോഗ്യ പരിപാടി? കുട്ടികളുടെ സമഗ്രമായ ശാരീരിക മാനസിക ആരോഗ്യ വികസനത്തിനായി ആരംഭിക്കുന്ന പദ്ധതിയാണ് സ്കൂൾ ആരോഗ്യ പരിപാടി. അടുത്തത് ക്രഷ് പദ്ധതി. എന്താണ് ക്രഷ് പദ്ധതി എന്ന് ചോദിച്ചാൽ കേരള സർക്കാർ വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ തൊഴിലിടങ്ങളിലെ ശിശു പരിപാലന കേന്ദ്രം പദ്ധതിയാണ് ക്രഷ് പദ്ധതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് കുട്ടികളില് സമ്പാദ്യശീലം വളർത്തുക. ഓക്കെ, കുട്ടികളില് സമ്പാദ്യശീലം വളർത്തുക, പഠനാവശ്യങ്ങൾക്ക് ഉള്ള തുക ഉപയോഗിക്കാൻ പ്രാപ്തരാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ 7 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി കേരള ബാങ്ക് ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് വിദ്യാനിധി എന്ന് പറയുന്നത്. അതായത് സ്വയം സംരംഭകരാക്കുക ആരെ? കുട്ടികളെ. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി കേരള ബാങ്ക് ആരംഭിക്കുന്നത്. 7 മുതൽ 12 ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ പദ്ധതിയുടെ പേരാണ് വിദ്യാനിധി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്കൂൾ കുട്ടികളിൽ എന്താണ് അമിതമായിട്ട് കാശുകൾ പോക്കറ്റ് മണി ഒക്കെ ഉണ്ടെങ്കിലും അവരത് സേവ് ചെയ്ത് എന്ത് ചെയ്യുക, അവരുടെ പഠനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ലൊരു കാര്യമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് വഴി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് കൂട്ട്. എന്താണ് കൂട്ട്? മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ നേർവഴിക്ക് നയിക്കാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കൂട്ട് ഇപ്പം നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ പദ്ധതിയാണ് സീഡാഡ് എന്ന് പറയുന്നത്. അതും എന്താണ് മൊബൈൽ അഡിക്ഷൻ 18 വയസ്സിൽ താഴെയുള്ളവർക്ക്. അപ്പോൾ അങ്ങനെ കേരള പോലീസിന്റെ നേതൃത്വത്തിൽ നിരവധി പദ്ധതികൾ നടക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് ബാസുര എന്ന് പറയുന്നത്. എന്താണ് ബാസുര? ഗോത്രവർഗ മേഖലയിൽ ഭക്ഷ്യ ഭദ്രത ഉറപ്പുവരുത്താനും ഭക്ഷണ അവകാശങ്ങളെക്കുറിച്ച് ഗോത്ര ജനതയെ ബോധവൽക്കരിക്കുന്നതിനുമായി സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ രൂപം നൽകിയ ഗോത്രവർഗ വനിതാ ഭക്ഷ്യ ഭദ്രതാ കൂട്ടായ്മയ്ക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ബാസുര എന്ന് പറയുന്ന. ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഗോത്രവർഗ മേഖലയിലെ ഭക്ഷ്യഭദ്രത ഉറപ്പുവരുത്തുന്നതിനും ഭക്ഷണ അവകാശങ്ങളെക്കുറിച്ച് ഗോത്രജനതയെ ബോധവൽക്കരിക്കുന്നതിനുമായി ആരംഭിച്ച ഒരു പദ്ധതിയാണ് ബാസുര. ഓക്കെ, അടുത്തത് സ്നേഹയാനം. എന്താണ് സ്നേഹയാനം? ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാർക്ക് സൗജന്യമായി ഈ ഓട്ടോ നൽകുന്ന പദ്ധതിയാണ് സ്നേഹയാനം. എന്താണ് നിനവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിനവ് ഇങ്ങനെയാണ്. അതായത് കുട്ടികൾക്കിടയിലെ ആത്മഹത്യ കുറയ്ക്കാൻ വനിതാ ശിശുക്ഷേമ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് നിനവ് എന്ന് പറയുന്നത്. വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഗാർഹിക സ്ത്രീധന പീഡനങ്ങൾക്കുൾപ്പെടെയുള്ള സ്ത്രീകൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ഓൺലൈൻ കൗൺസിലിംഗ് നൽകുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് കാതോർത്ത്. ഓക്കെ, കാതോർത്ത്. ഓക്കെ, ഇനി എന്താണ് ദേവഹരിതം എന്ന് പറയുന്നത്? ഹരിത കേരള മിഷനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് തരിശുഭൂമി കാർഷിക സമ്പന്നമാക്കുന്നതിനായി വിവിധ ക്ഷേത്രങ്ങളിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ദേവഹരിതം പദ്ധതി. അപ്പോൾ ദേവഹരിതം പദ്ധതി ഹരിത കേരള മിഷനും അതേപോലെ തന്നെ ആരുമായിട്ടാണ്? ആ ദേവസ്വം ബോർഡുമായി സഹകരിച്ചാണ് ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നത്. ഇനി അടുത്തത് കൂടെയുണ്ട് അംഗനവാടികൾ. ലോക്ക്ഡൌണിൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ എന്നിവർക്ക് മാനസിക പിന്തുണ നൽകാൻ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കൂടെയുണ്ട് അംഗനവാടികൾ. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വച്ചോ, ഒരു മാർക്ക്. ഓക്കെ, അടുത്തത് എന്താണ് ഓപ്പറേഷൻ കാവൽ എന്ന് പറയുന്നത്? ഓപ്പറേഷൻ കാവൽ അതായത് മയക്കുമരുന്ന് കടത്ത്, മണൽക്കടത്ത്, കള്ളക്കടത്ത് സംഘം ചേർന്നുള്ള ആക്രമണങ്ങൾ എന്നിവ തടയുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പുതിയൊരു പദ്ധതിയാണ് ഓപ്പറേഷൻ കാവൽ എന്ന് പറയുന്നത്. അടുത്തതാണ് മാതൃജ്യോതി. എന്താണ് മാതൃജ്യോതി എന്ന് ചോദിച്ചാൽ കാഴ്ച പരിമിതിയുള്ള അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിനായി ആദ്യ 2 വർഷം വരെ പ്രതിമാസം 2000 രൂപ നിരക്കിൽ ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയുടെ പേരാണ് മാതൃജ്യോതി എന്ന് പറയുന്നത്. അപ്പോൾ കണ്ണ് കാണാത്ത അമ്മമാർ പ്രസവിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് പ്രസവാനന്തരം കുഞ്ഞിനെ സംരക്ഷിക്കുന്നതായി ആദ്യ 2 വർഷത്തേക്ക് 2000 രൂപ നിരക്കിൽ ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മാതൃജ്യോതി എന്ന് പറയുന്നത്. എന്താണ് പൊൻവാക്ക്? അപ്പോൾ പൊൻവാക്ക് എന്ന് പറയുന്ന പദ്ധതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, പൊൻവാക്ക് അതായത് പൊതുജന പങ്കാളിത്തത്തോടെ ശൈശവ വിവാഹം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ്
പൊൻവാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് പെൺ ബൂത്ത്. പെൺ ബൂത്ത് എന്താണ് പെൺ ബൂത്ത് എന്ന് പറയുന്നത്? ആക്ച്വലി ഇതെന്താ ചോദിച്ചാൽ, ഹരിത കേരള മിഷന്റെ ഭാഗമായി ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് പേനകൾ ശേഖരിച്ച് പുനഃചംക്രമണത്തിനായി നൽകുന്ന പദ്ധതിയാണ് പെൻ ബൂത്ത്. പെൻ ബൂത്ത്. ഓക്കെ, പെണ്ണല്ല കേട്ടോ, പെൻ ബൂത്ത് എന്നതാണ് അതിന്റെ ഫുൾ ആയിട്ടുള്ളത്. പെൻ ബൂത്ത്. ഓക്കെ, പെൻ ബൂത്ത്. പെൻ ബൂത്ത്. ഓക്കെ, അടുത്തത് നാട്ടരങ്ങ്. എന്താണ് നാട്ടരങ്ങ്? പാർശ്വവൽകൃത സമൂഹങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ കലാകായിക മേഖലയിലെ വളർച്ചയും പുരോഗതിയും എന്താണ് ലക്ഷ്യമാക്കി സമഗ്ര ശിക്ഷ കേരളം നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് നാട്ടരങ്ങ്. ഓക്കെ, ഇനി എന്താണ് അഭയകിരണം എന്ന് പറയുന്നത്? അഭയകിരണം പദ്ധതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അഭയകിരണം പദ്ധതി അഭയസ്ഥാനമില്ലാത്ത വിധവകൾക്ക് എന്ത് അഭയവും കുടുംബ ചുറ്റുപാടും നൽകുന്ന ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്നതിന് കേരള സാമൂഹ്യനീതി വകുപ്പ്, വനിതാ ശിശു വികസന വകുപ്പ് സംയുക്തമായി ആരംഭിച്ച പദ്ധതിയാണ് അഭയകിരണം എന്ന് പറയുന്നത്. അടുത്തതാണ് അതിജീവിക. എന്താണ് അതിജീവിക പദ്ധതി എന്ന് ചോദിച്ചാൽ, സമൂഹത്തിലെ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് അടിയന്തര ഘട്ടത്തിൽ ധനസഹായം നൽകുന്നത് ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് അതിജീവിക. ഓക്കെ, അടുത്തതാണ് തേനമൃത്. എന്താണ് തേനമൃത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ പോഷകക്കുറവ് പരിഹരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതിയാണ് തേനമൃത്. ഓക്കെ, അടുത്തത് കൂടുതൽ ദൂരങ്ങളിലേക്ക് ബൈക്കുകളും സ്കൂട്ടറുകളും എത്തിക്കുന്നതിനായി KSRTC ആരംഭിക്കുന്ന പദ്ധതിയാണ് ബൈക്ക് എക്സ്പ്രസ് എന്ന് പറയുന്നത്. ബൈക്ക് എക്സ്പ്രസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്താണ് പ്രാപ്യം എന്ന് പറയുന്നത്. അതായത് ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തനങ്ങൾക്ക് അംഗഭാഷ്യ പരിശീലനം നൽകാനായി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന പദ്ധതിയാണ് പ്രാപ്യം എന്ന് പറയുന്നത്. ദുരന്തമുഖങ്ങളിൽ അകപ്പെടുന്ന ശ്രവണശേഷിയും സംസാരശേഷിയും ഇല്ലാത്തവർക്ക് രക്ഷാപ്രവർത്തനവുമായുള്ള ആശയവിനിമയം സുഗമമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. നിഷ്, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് മായി ചേർന്നാണ് പദ്ധതി എന്ത് ചെയ്യുന്നത്? നടപ്പിലാക്കുന്നത്. അടുത്തത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്നത്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് കേരള സവാരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കേരള സവാരി എന്താണ്? കേരള സവാരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരള സവാരി എന്താണ്? കേരള സവാരി. കേരള സവാരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, 2022 പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാന സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി സേവനത്തിന് പറയുന്ന പേരാണ് കേരള സവാരി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കേരള സവാരി അത്രയേ ഉള്ളൂ. എന്താണ്? അതായത് 2022 പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാന സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി സേവനമാണ് കേരള സവാരി. അടുത്താണ് ഡിജി കേരളം. എന്താണ് ഡിജി കേരളം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡിജി കേരളം മറ്റൊന്നുമല്ല, കേരളത്തിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഡിജി കേരളം. എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കെ-ഫോൺ എന്ന് പറയുന്നത്. നമുക്കറിയാം, ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ന് പല സ്ഥലങ്ങളിലേക്കും കെ-ഫോൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന ലക്ഷ്യമാണ് ഈ പദ്ധതി മുഖേന ലക്ഷ്യം വയ്ക്കുന്നത്. കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്കാണ് ഇത് നടത്തുന്നത്. ലക്ഷ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് പ്രായമായവരും അല്ലാത്തവരും എല്ലാവരും അന്തരം ഇല്ലാതാക്കുക എന്നതാണ്. ഈ ഗവേണൻസ് സാർവത്രികമാക്കുക, സംസ്ഥാനത്തുടനീളം സർക്കാർ സ്ഥാപനങ്ങൾക്കും വീടുകൾക്കും എന്ത് ചെയ്യുക? ഇന്റർനെറ്റ് നടപ്പിലാക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി സ്റ്റാർട്ടപ്പ് ഇൻഫിനിറ്റി. എന്താ? കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾക്ക് ആഗോള വിപണി തുറന്നു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നടപ്പാനൊരുങ്ങുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റാർട്ടപ്പ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾക്ക് ആഗോള വിപണി തുറന്നു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നടപ്പാക്കാനൊരുങ്ങുന്ന പദ്ധതിയാണ് സ്റ്റാർട്ടപ്പ് ഇൻഫിനിറ്റി. എന്താണ് സുന്ദരി ഓട്ടോ? സുന്ദരി ഓട്ടോ വെറൈറ്റിയാണ് സുന്ദരി ഓട്ടോ. മറ്റൊന്നുമല്ല, ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ ഓട്ടോ ഡ്രൈവർമാരെ ബ്രാൻഡ് അംബാസിഡർമാരാക്കി നടപ്പാക്കുന്ന പദ്ധതിയാണ് സുന്ദരി ഓട്ടോ. ടുക്ക് ടുക്ക് ടൂർ. എന്താണ് ടുക്ക് ടുക്ക് ടൂർ എന്ന് പറയുന്നത്? വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഓട്ടോയിൽ സഞ്ചാരികളെ എത്തിക്കാൻ വേണ്ടി കേരള ടൂറിസം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ്
ടുക് ടുക് ടൂർ. വെറൈറ്റി സംഭവങ്ങളാണ് എല്ലാം ആവിഷ്കരിക്കുന്നത്. വളരെ ഗംഭീരമായിട്ടുള്ള പദ്ധതിയാണ്. ഇതൊക്കെ സക്സസ്ഫുൾ ആയാൽ മാത്രം മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ടുക് ടുക് ടൂർ. ഓക്കെ, അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് ഓർത്തു വെച്ചോ. ഇതിൻ്റെ ആരെങ്കിലും അംബാസിഡർ ആയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക, ടുക് ടുക് ടൂറുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, അടുത്തത് കാരവൻ ടൂറിസം. അതായത് വിനോദസഞ്ചാരികൾക്കായി വൃത്തിയുള്ളതും പ്രകൃതിയോടിണങ്ങിയതുമായ കാരവൻ പാർക്കുകൾ ഒരുക്കി ടൂറിസം മേഖലയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് കാരവൻ ടൂറിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് സ്ട്രീറ്റ്. എന്താണ് സ്ട്രീറ്റ് പദ്ധതി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മറ്റൊന്നുമല്ല, പരമ്പരാഗത ജീവിത രീതികൾക്കും ഗ്രാമീണ ടൂറിസത്തിനും പ്രാധാന്യം നൽകി ടൂറിസത്തിന്റെ വൈവിധ്യങ്ങൾ അനുഭവിച്ചറിയുന്നതിനായി കേരള വിനോദസഞ്ചാര വകുപ്പിന്റെ പദ്ധതിയാണ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഫുഡ് വീൽസ്. ഫുഡ് വീൽസ് എന്ന് വെച്ചാൽ കോവിഡാനന്തര ടൂറിസം മേഖലയുടെ അതിജീവനത്തിന്റെ ഭാഗമായി കേരളത്തിലെ പ്രധാന 20 വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ഗതാഗത വകുപ്പുമായി കൈകോർത്ത് പ്രദേശത്തെ തനതു ഭക്ഷ്യ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഫുഡ് വീൽസ് എന്ന് പറയുന്നത്. ഫുഡ് വീൽസ് ഓർത്തു വെച്ചോ. മിൽമ ബസ് ഓൺ വീൽസ്. എന്താണ് മിൽമ ബസ് ഓൺ വീൽസ്? ഉപയോഗശൂന്യമായ KSRTC ബസ്സുകൾ വാടകയ്ക്കെടുത്ത് ലഘുഭക്ഷണശാലകളാക്കി മാറ്റുന്ന മിൽമയുടെ പദ്ധതിയാണ് എന്ത്? മിൽമ ബസ് ഓൺ വീൽസ്. മിൽമ ബസ് ഓൺ വീൽസ്. അടുത്ത് ഓൺലൈൻ ടാക്സി ഓട്ടോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ വാണിജ്യ വാഹനങ്ങൾക്കായി ഊബർ, ഒല മാതൃകയിൽ ആരംഭിക്കുന്ന ഓൺലൈൻ ടാക്സി സമ്പ്രദായമാണ് ഓൺലൈൻ ടാക്സി ഓട്ടോ. അടുത്തതാണ് വാതിൽപ്പടി. കിടപ്പ് രോഗികൾ, അശരണർ ഉൾപ്പെടെ ഉള്ള പൊതുജനങ്ങൾക്കായി വിവിധ സേവനങ്ങൾ എളുപ്പത്തിലും വേഗത്തിലും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് വാതിൽപ്പടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാതിൽപ്പടി. അടുത്തത് സുഭിക്ഷ ഹോട്ടൽ. എന്താണ്? ഗുണമേന്മയുള്ള ഭക്ഷണം മിതമായ വിലയിൽ നൽകാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് സുഭിക്ഷ ഹോട്ടൽ. അടുത്തത് സേഫ് കേരള. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ എൻഫോഴ്സ്മെന്റിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിച്ച് റോഡ് അപകടങ്ങളും അനുബന്ധ മരണങ്ങളും കുറയ്ക്കുന്നതിനായി ട്രാഫിക് എൻഫോഴ്സ്മെന്റ് ആരംഭിച്ച പദ്ധതിയാണ് എന്ത്? സേഫ് കേരള എന്ന് പറയുന്നത്. അടുത്തതാണ് ഓപ്പറേഷൻ ഡെസിബൽ. ഡെസിബൽ എന്ന് ചോദിച്ചാൽ ശബ്ദമലിനീകരണം നമുക്കറിയാം പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ മോട്ടോർ വാഹന വകുപ്പിന്റെയും എൻഫോഴ്സ്മെന്റ് RTA നേതൃത്വത്തിൽ സംയുക്തമായി നടത്തുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ ഡെസിബൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഓപ്പറേഷൻ പ്രവാഹ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആരംഭിച്ച വെള്ളപ്പൊക്ക നിവാരണ പരിപാടിയാണ് ഓപ്പറേഷൻ പ്രവാഹ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ബാലകേരളം. ബാലകേരളം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, കുട്ടികളിൽ ശാസ്ത്ര ബോധവും യുക്തിബോധവും വളർത്തുന്നതിനായി സംസ്ഥാന സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ബാലകേരളം എന്ന് പറയുന്നത്. എന്താണ് കതിർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കതിർ പദ്ധതി മറ്റൊന്നുമല്ല, കേരളത്തിലെ വനാശ്രിത സമൂഹത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹിക വികസനത്തിന് സംസ്ഥാന വനം വികസന ഏജൻസി നടപ്പാക്കുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? കതിർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കതിർ എന്ന് പറയുന്നത് ഓർത്തു വച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാം. അടുത്താണ് നാമം എന്ന് പറയുന്നത്. എന്താണ് നാമം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സമം. എന്താണ് സമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്ത്രീകൾക്കും അതേപോലെ തന്നെ പെൺകുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ സംസ്ഥാന സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച സാംസ്കാരിക ബോധവൽക്കരണ വിദ്യാഭ്യാസ പരിപാടിക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സമം എന്ന് പറയുന്നത്. അടുത്തത് പ്രാണവായു. സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ജനകീയ സഹകരണത്തോടെ മലപ്പുറം ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയാണ് പ്രാണവായു. അടുത്തത് സഹജീവനം. എന്താണ് സഹജീവനം എന്നതുകൊണ്ട്? സംസ്ഥാനത്ത് ഭിന്നശേഷിക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കുമായി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന സഹായ പദ്ധതിയാണ് സഹജീവനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് ദൃഷ്ടി എന്നത്. ദൃഷ്ടി എന്ന് വെച്ചാൽ പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ പോലീസ് മേധാവിയെ നേരിട്ടറിയിക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ദൃഷ്ടി. അടുത്തതാണ് നിലാവ്. എന്താണ് നിലാവ്? തെരുവ് വിളക്കുകൾ LED ആക്കി മാറ്റുന്നതിന് കേരള വൈദ്യുതി ബോർഡ് ആരംഭിച്ച പദ്ധതിയാണ് നിലാവ് എന്ന് പറയുന്നത്. അടുത്തത് കാഴ്ച. കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ കാഴ്ച വെല്ലുവിളി നേരിടുന്ന യുവതി യുവാക്കൾക്ക് സ്പെഷ്യൽ ഫീച്ചേഴ്സ് സ്മാർട്ട് ഫോൺ നൽകുന്ന പദ്ധതിക്ക് പറയുന്ന പേരാണ് കാഴ്ച. ഓക്കെ, അടുത്തതാണ് ജീവനം എന്ന് പറയുന്നത്. കുറ്റകൃത്യത്തിന് ഇരയായി മരണപ്പെട്ടവരുടെ ആശ്രിതർക്കും പരിക്ക് പറ്റിയവർക്കുമുള്ള കേരള സർക്കാരിന്റെ സ്വയം തൊഴിൽ പദ്ധതിയുടെ പേരാണ് ജീവനം എന്ന് പറയുന്നത്. ഓക്കെ,
അടുത്തതാണ് രാരീരം എന്ന് പറയുന്ന പദ്ധതി. ആയുർവേദ സമ്പ്രദായം അനുസരിച്ചുള്ള ഗർഭിണികളുടെ പരിചരണം, പ്രസവാനന്തര ശുശ്രൂഷ, നവജാത ശിശു പരിചരണം എന്നിവയെപ്പറ്റി ജനങ്ങൾക്ക് അറിവ് പകരുന്നതിനായി ആയുഷ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് രാരീരം എന്ന് പറയുന്ന പദ്ധതി. അടുത്തത് പ്രശാന്തി. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് കഴിയുന്ന മുതിർന്ന പൗരന്മാരെ സഹായിക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിക്ക് പറയുന്ന പേരാണ് പ്രശാന്തി എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വച്ചോ. അടുത്തതാണ് മന്ദഹാസം എന്ന് പറയുന്ന മന്ദഹാസം. എന്താണ് മന്ദഹാസം എന്ന് പറയുന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മന്ദഹാസം പദ്ധതിയുടെ പുതുക്കിയ സഹായധനം എന്ന് പറയുന്നത് 10,000 രൂപയാണ്. സംസ്ഥാനത്തെ 60 വയസ്സ് കഴിഞ്ഞ ദാരിദ്ര്യരേഖയിലേക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ പല്ല്, അതായത് ദന്തം വഹിക്കുന്നതിനുള്ള സഹായധനം നൽകുക എന്നതാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്. 2016 ആരംഭിക്കുന്ന പദ്ധതിയുടെ ആ സമയത്ത് 5,000 രൂപയായിരുന്നു ധനസഹായം. എന്നാൽ ഇന്ന് സാമൂഹ്യനീതി വകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇന്ന് 10,000 രൂപയാണ് ഇതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നത്. ഓക്കെ, അപ്പോൾ മന്ദഹാസം പദ്ധതിയുടെ പുതുക്കിയ സഹായ ധനം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 10,000 രൂപയാണ്. അതായത് സംസ്ഥാനത്തെ 60 വയസ്സ് കഴിഞ്ഞ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ ദന്ത നിര വയ്ക്കുന്നതിനുള്ള ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഈ പറയുന്ന മന്ദഹാസം പദ്ധതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് ഡി സേഫ്. എന്താണ് ഡി സേഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡി സേഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ സൈബർ സുരക്ഷയ്ക്കായി യൂണിസെഫിന്റെ സഹായത്തോടെ കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഡി സേഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമുദ്ര. സംസ്ഥാന ഫിഷറീസ് വകുപ്പും ഗതാഗത വകുപ്പും ചേർന്ന് മത്സ്യത്തൊഴിലാളികളായ വനിതകൾക്ക് തിരുവനന്തപുരത്ത് ആരംഭിച്ച സൗജന്യ ബസ് യാത്രാ പദ്ധതിയാണ് സമുദ്ര എന്ന് പറയുന്നത്. ആനയ്ക്കെതിരെ തേനീച്ച. ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്തുന്നത് ലക്ഷ്യമിട്ട് ഖാദി ഗ്രാമ വ്യവസായ മിഷൻ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ആനയ്ക്കെതിരെ തേനീച്ച. അത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്തുന്നതിന് ലക്ഷ്യമിട്ട് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ ആരംഭിച്ച പദ്ധതി. അടുത്തത് രക്ഷാദൂത്. എന്താണ് രക്ഷാദൂത് പദ്ധതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള ഗാർഹിക പീഡനങ്ങൾ തടയുന്നത് ലക്ഷ്യമിട്ട് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് തപാൽ വകുപ്പുമായി ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് രക്ഷാദൂത്. അടുത്തത് ഓപ്പറേഷൻ ഉഡാൻ എന്ന് പറയുന്നത്. അനധികൃത ഡ്രോണുകളെ കണ്ടെത്താനും നടപടിയെടുക്കുന്നതുമായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ഉഡാൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് നിഴൽ പദ്ധതി? അസമയത്ത് വഴിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന വനിതാ യാത്രക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും ആവശ്യമായ സഹായം എത്തിക്കുന്നതിനുള്ള കേരള പോലീസ് പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? നിഴൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ലഞ്ച് ബെല്ല്. എന്താണ്? ആവശ്യക്കാർക്ക് ചോറ്റുപാത്രങ്ങളിൽ ഉച്ചഭക്ഷണം എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന ഓൺലൈൻ ഭക്ഷ്യ വിതരണ സംവിധാനമാണ് ലഞ്ച് ബെല്ല് എന്ന് പറയുന്നത്. ഈ പദ്ധതിയുടെ കാര്യത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത് പോയതാണ്. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്, ലഞ്ച് ബെല്ല്. ഓക്കെ, അടുത്തത് പോക്കറ്റ് മാർട്ട്. മറ്റൊന്നുമല്ല, കുടുംബശ്രീയുടെ ലഞ്ച് ബെൽ പദ്ധതിയുടെ ഭാഗമായി ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള ആപ്പിന്റെ പേരാണ് പോക്കറ്റ് മാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പോക്കറ്റ് മാർട്ട് എന്താണ്? കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഭക്ഷണം ഓൺലൈൻ വഴി ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആപ്പിന്റെ പേരാണ് പോക്കറ്റ് മാർട്ട്. എന്താണ് സജ്ജം? അതായത് കുട്ടികളെ പ്രകൃതി ദുരന്തങ്ങൾ അഭിമുഖീകരിക്കുവാൻ പരിശീലിപ്പിക്കുന്നതിനായി കുടുംബശ്രീ ആരംഭിക്കുന്ന ബോധവൽക്കരണ പദ്ധതിയാണ് സജ്ജം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഹൃദ്യ പദ്ധതി. അതായത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് പരിചരണ മാതൃകയിൽ സേവനങ്ങൾ നൽകുന്നതിനായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് ഹൃദ്യ പദ്ധതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സ്ത്രീപക്ഷ നവകേരളം. സ്ത്രീധനത്തിനെയും സ്ത്രീധന പീഡനത്തിനുമെതിരെ കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബൃഹത് പ്രചരണ പരിപാടിയാണ് സ്ത്രീപക്ഷ നവകേരളം. സ്ത്രീപക്ഷ നവകേരളത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാന്ന് ചോദിച്ചാൽ അതാണ് ആര്? നിമിഷ വിജയൻ എന്ന് പറയുന്നത്. അടുത്തത് അഗ്രി ന്യൂട്രി ഗാർഡൻ. എന്താണ് അഗ്രി ന്യൂട്രി ഗാർഡൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സംസ്ഥാനത്ത് വിഷമുക്തവും പോഷക സമൃദ്ധവുമായ പച്ചക്കറി പഴവർഗ്ഗങ്ങൾ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനായി കുടുംബശ്രീ മിഷൻ ആരംഭിച്ച പദ്ധതി. അപ്പോൾ സംസ്ഥാനത്ത് വിഷമുക്തവും പോഷക സമൃദ്ധവുമായ പച്ചക്കറി പഴവർഗ്ഗങ്ങളുടെ ഉപയോഗം
വർദ്ധിപ്പിക്കുന്നതിനായി കുടുംബശ്രീ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് അഗ്രി ന്യൂട്രി ഗാർഡൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ജോറ് മലയാളം? കേരളത്തിലെ ആദിവാസി ഊരുകളിൽ അക്ഷരം പഠിപ്പിക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ജോറ് മലയാളം. എന്താണ് ജീവൻ ധാര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ശുദ്ധീകരിച്ച കുടിവെള്ളം വീടുകളിൽ എത്തിക്കുന്നതിന് പാലക്കാട് ജില്ലയിൽ കുടുംബശ്രീ ജില്ലാ മിഷനും ജല അതോറിറ്റിയും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് ജീവൻ ധാര. എന്താണ് സേവിക പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സേവിക പദ്ധതി എന്നതുകൊണ്ട് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മലയോര പ്രദേശങ്ങളിലെ വിഭവങ്ങളുടെയും കരകൗശല വസ്തുക്കളുടെയും ലഭ്യത ഉറപ്പാക്കുന്നതിനായി കൊല്ലം ജില്ലയിൽ ആരംഭിച്ച മൊബൈൽ മാർക്കറ്റിംഗ് യൂണിറ്റ് ആണ് സേവിക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മലയോര പ്രദേശങ്ങളിലെ വിഭവങ്ങളുടെയും അതേപോലെ തന്നെ കരകൗശല വസ്തുക്കളുടെയും ലഭ്യത ഉറപ്പാക്കുന്നതിനായി കൊല്ലം ജില്ലയിൽ ആരംഭിച്ച മൊബൈൽ മാർക്കറ്റിംഗ് യൂണിറ്റ് ആണ് സേവിക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് ലാസ്റ്റത്തെ സമ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ, കുടുംബശ്രീ വനിതകൾക്ക് തുടർ വിദ്യാഭ്യാസം നൽകുന്നതിനായി കുടുംബശ്രീ സാക്ഷരതാ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ ആരംഭിച്ച സാക്ഷരതാ പദ്ധതിയുടെ പേരാണ് സമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുടുംബശ്രീയുടെ വനിതകൾക്ക് തുടർ വിദ്യാഭ്യാസം നൽകുന്നതിനായി കുടുംബശ്രീ സാക്ഷരതാ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ ആരംഭിച്ച സാക്ഷരതാ പദ്ധതിയാണ് സമ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ദിവസത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ക്ലാസ് കണ്ടതിന് ശേഷം നേരെ ടെലഗ്രാമിലേക്ക് പോരെ. വൺ ക്ലിക്ക് PSC എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ ഇതിൻ്റെ നോട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നോട്ട് ഒന്നുകൂടി വായിച്ചതിന് ശേഷം കൃത്യം 9 മണിക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബോർഡ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക, ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ടും നമ്മൾ നന്നായിട്ട് തീവ്രമായിട്ട് ഒരു ജോലിക്ക് വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ എടുക്കുന്നത് എഫേർട്ട് എന്ന് പറയുന്നത് അത് സത്യസന്ധമായിട്ടാണ് അതിനേക്ക് വേണ്ടി നമ്മൾ എടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് ദൈവം നിങ്ങൾക്ക് ഉറപ്പായിട്ടും തന്നിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. പഠിച്ച ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പം തന്നെ നമ്മുടെ ഈ ഒരു പോർഷനിൽ ഇതിനപ്പുറത്തേക്ക് ഇനി സാമൂഹ്യക്ഷേമ പദ്ധതികൾ കേരള സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ ഒന്നും പഠിക്കാനില്ല, ഫുള്ളി കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ ഒരു 1 ടൈം അല്ലെങ്കിൽ ഒരു 2 ടൈംസ് ഒക്കെ ഇത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിൻ്റെ ഒന്ന് വരുന്ന ചോദ്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് വരത്തുള്ളൂ. കാരണം അത്രത്തോളം കണ്ടന്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ക്ലാസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉപകാരപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്കും നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.